നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. ഹിസ്റ്ററി ക്ലാസിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിമിനറി എവിടെ മുതലാണ് ആരംഭിക്കുന്നത്? മധ്യകാല ഇന്ത്യ മുതലാണ് ആരംഭിക്കുന്നത്. മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏകദേശം മുഹമ്മദ് ഗസ്നിയുടെ വരവ് മുതൽ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസാനം വരെയുള്ള ഭാഗം നമ്മൾ പഠിച്ചു തീർക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഭാഗം തീരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ മുതൽ അങ്ങ് പഠിച്ചു തുടങ്ങാം. മധ്യകാല ഇന്ത്യ ചരിത്രം പാർട്ട്. കച്ചവടക്കാരായി എത്തിയ അറബികൾ AD 712 ഡേറ്റ് മറക്കരുത്. AD 712 ഇന്ത്യയുടെ ഭാഗമായ സിന്ധ് മേഖല ആക്രമിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ട് കച്ചവടത്തിലെത്തിയ വിദേശശക്തികൾ എന്നറിയപ്പെടുന്നത് അറബികൾ തന്നെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് അറബി നാട്ടിൽ നിന്നും ഡയറക്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ഇറങ്ങാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കച്ചവടത്തിനെത്തിയ വിദേശശക്തി എന്നറിയപ്പെടുന്നത് ആരാ? അറബികളായിരുന്നു. അതിനുശേഷമാണ് ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വരുന്നത്. അങ്ങനെ കച്ചവടത്തിനെത്തിയ അറബികള് ഒരു സമയത്ത് എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സിന്ധ് മേഖലയെ ആക്രമിച്ച വർഷം എത്രയാ? AD 712 ഈ സിന്ധ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ നമ്മുടെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ടും കിടക്കുന്ന പഞ്ചാബ് പ്രദേശമാണ്. അതൊന്ന് ഓർത്തോളണേ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പഞ്ചാബും അതുപോലെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബും കൂടെ ചേർന്നിട്ട് ഒരു വളരെ വലിയൊരു പ്രദേശമാണ് അക്കാലത്ത്, അതായത് പണ്ട് കാലത്ത് സിന്ധ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ കാസിമാണ്. ഈ പേര് പഠിച്ചു വെച്ചോളണം, ഒരുപാട് തവണ PSC ചോദിച്ചുള്ളതാണ്. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മുഹമ്മദ് ബിൻ കാസിം ആയിരുന്നു. ഇറാഖ് രാജ്യത്തിന്റെ ഗവർണർ ആയിരുന്ന അൽ ഹജാജ് ബിൻ യൂസഫ് ആയിരുന്നു ഇന്ത്യ ആക്രമണത്തിന് മുഹമ്മദ് ബിൻ കാസിമിന് ഉത്തരവ് നൽകിയത്. അപ്പോൾ ഇറാഖ് രാജ്യത്തിന്റെ ഗവർണർ ആയിരുന്ന അൽ ഹജാജ് ബിൻ യൂസഫ് ആയിരുന്നു ഇന്ത്യ ആക്രമണത്തിന് മുഹമ്മദ് ബിൻ കാസിമിന് ഉത്തരവ് നൽകിയത്. എന്തിനാണ് ആക്രമിച്ചതെന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. മുഹമ്മദ് ബിൻ കാസിം വധിച്ച പഞ്ചാബിലെ അല്ലെങ്കിൽ അന്നത്തെ സിന്ധ് മേഖലയുടെ ബ്രാഹ്മിൺ രാജവംശ ഭരണാധികാരിയായിരുന്നു രാജ ദാഹിർ. പഠിക്കുക, മുഹമ്മദ് ബിൻ കാസിം വധിച്ച പഞ്ചാബിലെ അല്ലെങ്കിൽ അക്കാലത്തെ സിന്ധു മേഖലയുടെ ബ്രാഹ്മിൺ രാജവംശ ഭരണാധികാരി ആരായിരുന്നു? രാജ ദാഹിർ ആയിരുന്നു. മുഹമ്മദ് ബിൻ കാസിമും രാജ ദാഹിറും തമ്മിൽ നടന്ന യുദ്ധത്തെ ബാറ്റിൽ ഓഫ് അറോർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുഹമ്മദ് ബിൻ കാസിമും അതുപോലെ രാജ ദാഹിറും തമ്മിൽ നടന്ന യുദ്ധം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബാറ്റിൽ ഓഫ് അറോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. അപ്പോ കച്ചവടക്കാരായി എത്തിയ അറബികൾ AD 712 ഇന്ത്യയുടെ ഭാഗമായ സിന്ധ് മേഖല ആക്രമിച്ചു. സിന്ധ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പഞ്ചാബും അതുപോലെ പാകിസ്ഥാന്റെ ഭാഗമായി കിടക്കുന്ന പഞ്ചാബും കൂടെ ചേർത്ത് ഒരു വലിയ മേഖലയായിരുന്നു സിന്ധ് എന്ന് പറയുന്നത്. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് ബിൻ കാസിം ആയിരുന്നു. ഇറാഖ് രാജ്യത്തിന്റെ ഗവർണർ ആയിരുന്ന അൽ ഹജാജ് ബിൻ യൂസഫ് ആയിരുന്നു ഇന്ത്യൻ ആക്രമണത്തിന് മുഹമ്മദ് ബിൻ കാസിമിന് ഉത്തരവ് നൽകിയത്. മുഹമ്മദ് ബിൻ കാസിം വധിച്ച പഞ്ചാബിലെ അല്ലെങ്കിൽ അക്കാലത്തെ സിന്ധ് മേഖലയുടെ ബ്രാഹ്മിൺ രാജവംശ ഭരണാധികാരി ആരായിരുന്നു? രാജ ദാഹിർ ആയിരുന്നു. മുഹമ്മദ് ബിൻ കാസിമും രാജ ദാഹിറും തമ്മിൽ നടന്ന യുദ്ധത്തെ ബാറ്റിൽ ഓഫ് അറോർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിക്കുക. ഉമയദ്ര രാജവംശത്തിനെതിരെ രാജ ദാഹിർ 3 യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അവസാനത്തെ യുദ്ധത്തിൽ മുഹമ്മദ് ബിൻ കാസിം സിന്ധു നദിയുടെ തീരത്ത് വെച്ച് രാജ ദാഹിറിനെ വധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോളണേ. ഈ ഉമയദ്ര രാജവംശം എന്തെന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോ ഇപ്പൊ ശ്രദ്ധിക്കുക, ഉമയദ്ര രാജവംശത്തിനെതിരെ രാജ ദാഹിർ 3 യുദ്ധങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ അവസാനത്തെ യുദ്ധത്തില് മുഹമ്മദ് ബിൻ കാസിം സിന്ധു നദിയുടെ തീരത്ത് വെച്ച് രാജ ദാഹിറിനെ വധിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നോക്കുവാനുള്ളത്, എന്തിനാണ് ഈ ഉമയദ് രാജവംശം സിന്ധ് മേഖല പിടിച്ചെടുക്കുവാനുള്ള കാരണമാണ്? അവർക്ക് ഇന്ത്യയിൽ വേറെ എവിടെ വേണമെങ്കിലും പിടിച്ചെടുക്കാമായിരുന്നു. എന്തിനാ അവര് നേരെ ഈ ഉമയദ് രാജവംശം സിന്ധ് മേഖല മാത്രം പിടിച്ചെടുക്കുവാൻ കാരണം? അതിലോട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സിന്ധു നദീ തീരത്തുള്ള സിന്ധ് മേഖലയായിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും മധ്യ ഏഷ്യയ്ക്കും ഇടയിൽ വ്യാപാര ഹബ്ബ് അഥവാ ഇടനാഴിയായി പ്രവർത്തിച്ചിരുന്നത്. സിന്ധു നദീ തീരത്തുള്ള സിന്ധ് മേഖലയായിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മധ്യ ഏഷ്യയ്ക്കും ഇടയിലുള്ള വ്യാപാര ഹബ്ബ് അഥവാ നമുക്ക് എന്തെന്ന് പറയാം, വ്യാപാര ഇടനാഴിയായിട്ട്
പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ സിന്ധ് മേഖല പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്ന വ്യാപാരങ്ങളെല്ലാം ആരുടെ നിയന്ത്രണത്തിലാവും? ഈ ഉമയത്ത് രാജവംശത്തിന്റെ നിയന്ത്രണത്തിലാവും. അത് ഒരു പോയിന്റ്. രാജാ ദാഹിർ സിന്ധു മേഖല സമുദ്ര പ്രദേശങ്ങളിൽ കടക്കൊള്ളകൾ നടത്തിയിരുന്നു എന്ന വാർത്തകൾ പടർന്നത്. രാജാ ദാഹിർ സിന്ധ് മേഖല സമുദ്ര പ്രദേശങ്ങളിലെ കടൽ കൊള്ളകൾ നടത്തിയിരുന്നതായി വാർത്തകൾ പരന്നു. ഇതെവിടെ എത്തി? ഉമയത്ത് രാജവംശത്തിലും എത്തിയിരുന്നു. അവരുടെ ഒരുപാട് കച്ചവട വസ്തുക്കൾ അക്കാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന കടൽ കൊള്ളക്കാര് മോഷ്ടിക്കുന്നത് പതിവായിരുന്നു. അപ്പോൾ ഇതും ഒരു കാരണമായിട്ട് പറയപ്പെടുന്നു. സെറൻഡീബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശ്രീലങ്ക കേട്ടോ. സെറൻഡീബ് രാജാവ് ഉമയത്ത് ഖലീഫയ്ക്ക് നൽകിയ സമ്മാനങ്ങൾ രാജ ദാഹിറിന് കീഴിലുള്ള കടൽ കൊള്ളക്കാർ മോഷ്ടിച്ചതായി പുറപ്പെട്ട വാർത്തയും പെട്ടെന്ന് ഉമയത്ത് രാജവംശത്തിന് സിന്ധ് മേഖല പിടിച്ചെടുക്കുവാനുള്ള കാരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഈ സെറൻബീഡ് അഥവാ ശ്രീലങ്കൻ രാജാവ് ഉമയത്ത് ഖലീഫയ്ക്ക് നൽകിയ സമ്മാനങ്ങള് ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ രാജ ദാഹിർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കടൽ കൊള്ളക്കാരെ വെച്ച് മോഷ്ടിച്ചതായിട്ട് എന്ത് ചെയ്തു? ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെട്ടു. ഇതും പെട്ടെന്ന് ഉമയത്ത് രാജവംശത്തിനെ എന്തിന് സിന്ധ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഉമയത്ത് രാജവംശം സിന്ധ് മേഖല പിടിച്ചെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? സിന്ധു നദീതീരത്തുള്ള സിന്ധ് മേഖലയായിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും മധ്യ ഏഷ്യയ്ക്കും ഇടയിൽ വ്യാപാര ഹബ്ബ് അഥവാ ഇടനാഴിയായി പ്രവർത്തിച്ചിരുന്നത്. രാജ ദാഹിർ സിന്ധു മേഖല സമുദ്ര പ്രദേശങ്ങളില് കടൽ കൊള്ളകൾ നടത്തിയിരുന്നതായി വാർത്തകൾ പടർന്നത്. അതുപോലെ തന്നെ സെറൻഡീബ് അഥവാ ശ്രീലങ്കൻ രാജാവ് ഉമയത്ത് ഖലീഫയ്ക്ക് നൽകിയ സമ്മാനങ്ങള് രാജ ദാഹിർ കീഴിലുള്ള കടൽ കൊള്ളക്കാരെ മോഷ്ടിച്ചതായിട്ട് പൊട്ടിപ്പുറപ്പെട്ട വാർത്ത. ഇത്രയുമായിരുന്നു ഈ ഉമയത്ത് രാജവംശത്തിന് സിന്ധ് മേഖല പിടിച്ചെടുക്കുവാനായിട്ടുള്ള കാരണങ്ങളായിട്ട് ചരിത്രകാരന്മാര് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ഗസ്നിയെ പറ്റിയിട്ടാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അറബ് ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ഗസ്നി. PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് മുഹമ്മദ് ഗസ്നി. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം AD 738. ഇമ്പോർട്ടന്റ് ഇയർ ആണ്. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം എത്രയാ? AD 738 ആണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ജോഹാർ അഥവാ ജൗഹർ എന്ന്. പഠിച്ചോളണേ. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതറിയപ്പെടുന്ന പേരാണ് ജോഹാർ അല്ലെങ്കിൽ ജൗഹാർ എന്ന്. AD 1001 തുർക്കി ഭരണാധികാരിയായ മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. AD 1001 തുർക്കി ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കുന്നു. വിഗ്രഹ ഭഞ്ജകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. വിഗ്രഹ ഭഞ്ജകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഗസ്നിയാണ്. കാരണം അദ്ദേഹത്തിന് ഈ വിഗ്രഹ ആരാധനയൊന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹ ആരാധന ഉണ്ടോ അതെല്ലാം അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വിഗ്രഹ ഭഞ്ജകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമം അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ്. ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമം എന്താ? അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ്. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച വർഷം 1018 ആണ്. പഠിച്ചോളനെ. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച വർഷം എത്രയാ? 1018 ആണ്. മുഹമ്മദ് ഗസ്നി തുടർച്ചയായി 17 തവണ ഇന്ത്യ ആക്രമിച്ചു. ഇതും ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നി തുടർച്ചയായി എത്ര തവണ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ? 17 തവണ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. മുഹമ്മദ് ഗസ്നിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം AD 738. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജോഹാർ അതല്ലെങ്കിൽ ജൗഹർ എന്നറിയപ്പെടുന്നു. AD 1001 തുർക്കി ഭരണാധികാരിയായ മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കുന്നു. വിഗ്രഹ ഭഞ്ജകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമം അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ്. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച വർഷം 1018 മുഹമ്മദ് ഗസ്നി തുടർച്ചയായി 17 തവണ ഇന്ത്യ ആക്രമിച്ചു. അതുകൊണ്ടൊന്ന് ഓർത്തു വെക്കുക. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യത്തെ ഇന്ത്യൻ രാജാവാണ് ജയപാലൻ. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യത്തെ ഇന്ത്യൻ രാജാവാരാ? അത് ജയപാലനാണ്. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ വധിച്ച യുദ്ധമാണ് വൈഹിന്ദ് യുദ്ധം. മറക്കരുത്. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ വധിച്ച യുദ്ധം അറിയപ്പെടുന്ന പേരെന്താ? വൈഹിന്ദ് യുദ്ധം എന്ന്. ഹാഷി രാജവംശത്തിലെ രാജാവായിരുന്നു ജയപാലൻ. ഇത് പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. ഹാഷി രാജവംശത്തിലെ രാജാവായിരുന്നു ആരാ?
ജയപാലൻ. മുഹമ്മദ് ഗസ്നിയുടെ സമകാലികനായിരുന്ന എഴുത്തുകാരനായിരുന്നു ഫിർദൌസി. മുഹമ്മദ് ഗസ്നിയുടെ സമകാലികനായിരുന്ന എഴുത്തുകാരൻ ആരായിരുന്നു? ഫിർദൌസി ആയിരുന്നു. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൌസിയാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാ? ഫിർദൌസിയാണ്. ഷാനാമ എഴുതിയ വ്യക്തിത്വം ഫിർദൌസിയാണ്. പഠിച്ചോളണേ, ഷാനാമ എഴുതിയത് ആരാണ്? ഫിർദൌസിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യത്തെ ഇന്ത്യൻ രാജാവ് ആരായിരുന്നു? ജയപാലനായിരുന്നു. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ വധിച്ച യുദ്ധം അറിയപ്പെടുന്ന പേര് വൈഹിന്ദ് യുദ്ധം എന്ന്. ഹാഷി രാജവംശത്തിലെ രാജാവായിരുന്നു ആര്? ജയപാലൻ. മുഹമ്മദ് ഗസ്നിയുടെ സമകാലികനായിരുന്ന എഴുത്തുകാരൻ എന്നറിയപ്പെടുന്നത് ഫിർദൌസിയാണ്. പേർഷ്യൻ ഹോമർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിർദൌസി. ഷാനാമ എഴുതിയ വ്യക്തിത്വമാരാണ്? ഫിർദൌസിയാണ്. പഠിക്കുക. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാര പണ്ഡിതൻ എന്നറിയപ്പെട്ടിരുന്നത് അൽബറൂണിയാണ്. മറക്കരുത്, തമ്മിൽ തിരിഞ്ഞു പോകരുത്. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാര പണ്ഡിതൻ എന്നറിയപ്പെടുന്നത് അൽബറൂണിയാണ്. താരിഖ് ഉൽ ഹിന്ദ് എന്ന പ്രശസ്തമായ കൃതിയുടെ കർത്താവ് അൽബറൂണിയാണ്. പഠിച്ചോളനെ, താരിഖ് ഉൽ ഹിന്ദ് എന്ന പുസ്തകത്തിന്റെ കർത്താവാരാണ്? അത് അൽബറൂണിയാണ്. അവരുമായി അഥവാ ഹിന്ദുക്കളുമായിട്ട് മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു സഹായവും അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവരങ്ങളുടെ ഒരു ശേഖരവുമാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞത് ആരാണ്? അൽബറൂണി. അതായത് താരിഖ് ഉൽ ഹിന്ദിനെ കുറിച്ചാണ് അൽബറൂണി പറഞ്ഞ വാക്കുകളാണിത്. എന്താ അൽബറൂണി പറഞ്ഞത്? അവരുമായി, അതായത് ഹിന്ദുക്കളുമായിട്ട് മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സഹായകമായിരിക്കും ഈ പുസ്തകം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ അവരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ശേഖരവുമാണ് ഈ പുസ്തകം എന്നാണ് അൽബറൂണി എന്തിനെ പറ്റി പറഞ്ഞത്? താരിഖ് ഉൽ ഹിന്ദിനെ പറ്റിയിട്ട് പറഞ്ഞത്. കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകനാണ് മസൂദ്. മറക്കരുത്, കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകന്റെ പേരെന്താ? മസൂദ് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാര പണ്ഡിതൻ എന്നറിയപ്പെട്ടിരുന്നത് അൽബറൂണിയാണ്. താരിഖ് ഉൽ ഹിന്ദ് എന്ന പ്രശസ്തമായ കൃതിയുടെ കർത്താവ് അൽബറൂണിയാണ്. അവരുമായി അഥവാ ഹിന്ദുക്കളുമായി മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായവും അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവരങ്ങളുടെ ഒരു ശേഖരവുമാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞത് ആരാണ്? അൽബറൂണിയാണ്. ഏത് പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത്? താരിഖ് ഉൽ ഹിന്ദ് എന്ന പുസ്തകത്തെ പറ്റി. കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ മകനാരാ? മസൂദാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കുവാനുണ്ടായ കാരണമാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്താണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് നോക്കാം മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കാനുണ്ടായ കാരണം. ഗസ്നി സാമ്രാജ്യത്തിന്റെ ഭാഗമായ പഞ്ചാബിന്റെ അവകാശിയായി സ്വയം കരുതി. ഗസ്നി എന്ത് ചെയ്തു? സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബിന്റെ അവകാശിയായിട്ട് സ്വയം കരുതി. മുസ്ലിം ആയതിനാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പരാജയപ്പെടുത്താനും ആ രാജ്യത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. മുസ്ലിം ആയതിനാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പരാജയപ്പെടുത്താനും ആ രാജ്യത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. മുസ്ലിം സുൽത്താനേറ്റുകളെ ബന്ധിപ്പിക്കുന്നതിൽ മതം പരാജയപ്പെടുകയും അലാവുദ്ദീന്റെ കീഴിലുള്ള ഗുരുതുകൾ ഗസ്നിയെ പിടികൂടുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഗസ്നിക്ക് പിന്നെ പലായനം ചെയ്യണമെങ്കിൽ ഇന്ത്യയിലേക്ക് മാത്രമേ സാധിക്കുള്ളായിരുന്നു. അതും ഒരു കാരണമായിട്ട് നമ്മുടെ ഹിസ്റ്റോറിയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയാം, മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കാനുള്ള കാരണം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഗസ്നി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പഞ്ചാബിനെ അവകാശിയായിട്ട് സ്വയം അങ്ങ് കരുതി. അതുപോലെ മുസ്ലിം ആയതിനാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പരാജയപ്പെടുത്താനും ആ രാജ്യത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ തന്നെ മുസ്ലിം സുൽത്താനേറ്റുകളെ ബന്ധിപ്പിക്കുന്നതിൽ മതം പരാജയപ്പെട്ടു. അതായത് ഇസ്ലാം മതമായിരുന്നു ഈ മുസ്ലിം സുൽത്താനേറ്റുകൾ കൂടുതലായിട്ടും കൊണ്ടു നടന്നിരുന്നത്. പക്ഷേ ഈ മുസ്ലിം സുൽത്താനേറ്റുകൾക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു? പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മതം വെച്ചിട്ട് എന്താണ് ഈ മുസ്ലിം സുൽത്താനേറ്റുകളെ ഒന്നിപ്പിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അലാവുദ്ദീന്റെ കീഴിലുള്ള ഗുരുതുകൾ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ എന്ത് ചെയ്തു? ഈ ഗസ്നിനെ അങ്ങ് പിടികൂടുകയായിരുന്നു. അങ്ങനെ പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ട ഗസ്നി പിന്നെ എങ്ങോട്ടേ വരാൻ വഴിയുള്ളൂ? ഇന്ത്യയിലേക്ക് വരാനേ വഴിയുള്ളൂ. അങ്ങനെ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ഗസ്നി തീരുമാനിച്ചത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് മുഹമ്മദ് ഗോറി. ആരാണ്? മുഹമ്മദ് ഗോറി. AD 1175 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ്
മുഹമ്മദ് ഗോറി. AD 1175 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയായിരുന്നു ആര്? മുഹമ്മദ് ഗോറി. മൊയ്സുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്നറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ഗോറിയാണ്. പഠിച്ചോളനെ, മൊയ്സുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് മുഹമ്മദ് ഗോറിയാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗോറിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാൻ. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം എവിടെയാണ്? മുൾട്ടാൻ ആണ്. അതിപ്പോ എവിടെയാണ്? പാകിസ്ഥാന്റെ ഭാഗമാണ്. മുഹമ്മദ് ഗോറി സദസ്സിലെ ചരിത്ര പണ്ഡിതന്മാരായിരുന്നു റാസിയും അതുപോലെ ഉറുസിയും. പഠിച്ചോളണേ, മുഹമ്മദ് ഗോറിയിലെ സദസ്സിലെ ചരിത്ര പണ്ഡിതന്മാർ ആരൊക്കെയായിരുന്നു? റാസിയും അതുപോലെ തന്നെ ഉറുസിയുമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുഹമ്മദ് ഗോറിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. AD 1175 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗോറി. മൊയ്സുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ഗോറിയാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം എവിടെയാണ്? മുൾട്ടാൻ ആണ്. അത് പാകിസ്ഥാന്റെ ഭാഗമാണ്. മുഹമ്മദ് ഗോറി സദസ്സിലെ ചരിത്ര പണ്ഡിതന്മാരെന്നറിയപ്പെടുന്നത് ആരൊക്കെയാ? റാസിയും അതുപോലെ ഉറുസിയുമാണ്. ആരൊക്കെയാ? റാസിയും അതുപോലെ ഉറുസിയുമാണ്. പഠിക്കുക. AD 1191 പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഒന്നാം തറൈൻ യുദ്ധം. ഒന്നാം തറൈൻ യുദ്ധം എന്തെന്നും രണ്ടാം തറൈൻ യുദ്ധം എന്തെന്നും PSC ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞ് മാത്രം സെപ്പറേറ്റ് എടുത്ത് പഠിക്കാം. ഇവിടെ പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോ AD 1191 പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് ഒന്നാം തറൈൻ യുദ്ധം. അപ്പോ ഒന്നാം തറൈൻ യുദ്ധത്തില് മുഹമ്മദ് ഗോറി പരാജയപ്പെടുന്നു. വിജയിക്കുന്നത് ആരാ? പൃഥ്വിരാജ് ചൗഹാനാണ്. എന്നാൽ AD 1192 അതായത് തൊട്ടടുത്ത വർഷത്തില് മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് രണ്ടാം തറൈൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. AD 1192 തന്നെ തിരിച്ചു മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നു. ഈ യുദ്ധം അറിയപ്പെടുന്ന പേരെന്താ? രണ്ടാം തറൈൻ യുദ്ധം എന്നാണ്. മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം 1178 1179 കാലഘട്ടത്തില്. മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം എത്രയാ? 1178 1179 കാലഘട്ടത്തില്. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടക്കുവാൻ തിരഞ്ഞെടുത്ത ചുരമാണ് ഖൈബർ ചുരം. പഠിച്ചോളനെ, നമുക്ക് എല്ലാവർക്കും അറിയാം അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഖൈബർ ചുരം. ആ ഖൈബർ ചുരം വഴിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടക്കുവാനായിട്ട് തീരുമാനിച്ചത്. തറൈൻ യുദ്ധങ്ങൾ നടന്ന തറൈൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ, തറൈൻ യുദ്ധങ്ങൾ നടന്ന തറൈൻ ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. AD 1191 പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഒന്നാം തറൈൻ യുദ്ധം എന്നറിയപ്പെടുന്നത്. അതുപോലെ AD 1192 മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഈ യുദ്ധം അറിയപ്പെടുന്ന പേരെന്താ? രണ്ടാം തറൈൻ യുദ്ധം എന്നാണ്. അപ്പോൾ രണ്ടാം തറൈൻ യുദ്ധം വിജയിച്ചതാരാ? മുഹമ്മദ് ഗോറിയും തോറ്റതാര? പൃഥ്വിരാജ് ചൗഹാനുമാണ്. മുഹമ്മദ് ഗോറി ഗുജറാത്ത് ആക്രമിച്ച വർഷം 1178 1179 കാലഘട്ടം. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടക്കുവാൻ തിരഞ്ഞെടുത്ത ചുരമാണ് ഖൈബർ ചുരം. തറൈൻ യുദ്ധങ്ങൾ നടന്ന തറൈൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്തിന്റെ ഭാഗമായാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പൃഥ്വിരാജ് ചൗഹാനെ പറ്റി. പൃഥ്വിരാജ് ചൗഹാനെ പറ്റി PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിച്ചു വെക്കാം. പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹി ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് എന്നറിയപ്പെടുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. ഡൽഹി ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? പൃഥ്വിരാജ് ചൗഹാനാണ്. റായ് പിത്തോറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റായ് പിത്തോറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയാണ് ചന്ദ് ബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയുടെ പേരെന്താ? ചന്ദ് ബർദായി എന്നായിരുന്നു. പൃഥ്വിരാജ് റാസോ എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് ചന്ദ് ബർദായി. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൃഥ്വിരാജ് റാസോ എഴുതിയത് ആരാണ്? അത് ചന്ദ് ബർദായി ആണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ് ആണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ആരാണ്? അത് ജയാങ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പൃഥ്വിരാജ് ചൗഹാനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഡൽഹി ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് എന്നറിയപ്പെടുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. റായ് പിത്തോറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയായിരുന്നു ചന്ദ് ബർദായി. പൃഥ്വിരാജ് റാസോ എഴുതിയതാരാണ്? ചന്ദ് ബർദായി ആണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് ജയാങ് ആണ്.
ഇനിയാണ് നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിന്ന് വേണം നമ്മൾ ആരംഭിക്കാനായിട്ട്. കാര്യം ഗസ്നി മുതലാണ് PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗസ്നി മുതൽ തന്നെ നമുക്ക് ആരംഭിച്ചു വരാം. ഇപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് ഡൽഹി സുൽത്താൻ രാജവംശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി പഠിക്കാം ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ ഡൽഹിയിലെ സുൽത്താൻ രാജവംശത്തെ പറ്റി. തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. തുർക്കികളുടെ ആക്രമണത്തിന് ശേഷം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ആ 5 രാജവംശവും നമുക്കങ്ങ് നോക്കാം. ആദ്യമായിട്ട് അടിമവംശം 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ചിരുന്നു. അവർ തുർക്കി രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. രണ്ടാമത്തത് ഖിൽജി രാജവംശം 1290 മുതൽ 1320 വരെ നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്നു. അവരും തുർക്കി രാജവംശത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനി തുഗ്ലക്ക് രാജവംശം 1320 മുതൽ 1414 വരെ ഡൽഹി ഭരിച്ചിരുന്നു. ഇവർ തുർക്കി രാജവംശത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനിയാണ് സൈദ് വംശം വരുന്നത്. 1414 മുതൽ 1451 വരെ ഡൽഹി ഭരിച്ചിരുന്നത് സൈദ് രാജവംശമായിരുന്നു. ഇവർ അറേബ്യൻ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. ശ്രദ്ധിച്ചോളണേ, ഇതുവരെ പറഞ്ഞത് തുർക്കി രാജവംശമാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്തായി? അറേബ്യൻ രാജവംശമായി. ഏറ്റവും അവസാനമായിട്ടുള്ളത് ലോധി വംശമാണ്. ലോധി വംശം എന്ന് പറയുന്നത് 1451 മുതൽ 1526 വരെ നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താനേറ്റ് ആയിരുന്നു. ഇവരെന്ന് പറയുന്നത് അഫ്ഗാൻ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. ഇതിന്റെ ആയിരുന്നു? അഫ്ഗാൻ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോ തുർക്കിയിലെ രാജവംശമായിരുന്നു സുഹൃത്തുക്കളെ പൂർണ്ണമായിട്ടും ഡൽഹി സുൽത്താനേറ്റ് അല്ല. അതിനും പല പല കാരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ ഒന്നുകൂടെ ആ രാജവംശം റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, ശ്രദ്ധിക്കുക. അടിമവംശം 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ചു. ഇവര് തുർക്കി രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം വന്ന രാജവംശമാണ് ഖിൽജി വംശം. ഖിൽജി രാജവംശം 1290 മുതൽ 1320 വരെ ഡൽഹി ഭരിച്ചു. ഇവരും തുർക്കി രാജവംശത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. അതിനുശേഷം വന്നതാണ് തുഗ്ലക്ക് രാജവംശം. ഇവര് 1320 മുതൽ 1414 വരെ ഡൽഹി ഭരിച്ചിരുന്നു. ഇവരും തുർക്കി രാജവംശത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. അതിനുശേഷം വന്നതാണ് സൈദ് വംശം. സൈദ് വംശം എന്ന് പറയുന്നത് 1414 മുതൽ 1451 വരെ ഡൽഹി ഭരിച്ചു. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താ? ഇവര് അറേബ്യൻ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം വന്നതാണ് ലോധി വംശം. ലോധി വംശം 1451 മുതൽ 1526 വരെ ഡൽഹി ഭരിക്കുന്നു. ഇവരെന്ന് പറയുന്നത് അഫ്ഗാൻ രാജവംശത്തിന്റെ ഭാഗവുമായിരുന്നു. ഇതുകൂടെ സുഹൃത്തുക്കൾ ഓർക്കുക. ഇനി ഇവിടെ നിന്ന് PSC സ്ഥിരം ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. വേറൊന്നുമില്ല, ഈ രാജവംശങ്ങളെ കൃത്യമായിട്ട് അടുക്കി പറക്കി വെക്കാൻ പറയും. അതായത് ഒന്നുകിൽ ആരോഹണ ക്രമമെന്നോ അവരോഹണ ക്രമമോ എന്തെന്ന് പറയും. അപ്പോൾ അത് പഠിക്കാനായിട്ടൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, അഖിത്തുസലോ എന്നങ്ങ് പഠിച്ചു വെക്കുക. അഖിത്തുസലോ എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്തെന്നാണ്? അഖിത്തുസലോ എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ അതിലെ ആ എന്ന് പറഞ്ഞാൽ അടിമവംശം, ഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖിൽജി വംശം, തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഗ്ലക്ക് വംശം, അതുപോലെ സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈദ് വംശം, അതുപോലെ ലോ എന്ന് പറഞ്ഞാല് ലോധി വംശമാണ്. അപ്പോ അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സൈദ് വംശം, അതുപോലെ ലോധി വംശം എന്നാണ്. ഇത് പഠിക്കേണ്ട കോഡ് എന്താണ്? അഖിത്തുസലോ എന്നങ്ങ് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഓർത്തു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. കാരണം PSC ഒരുപാട് തവണ ഈ ഡൽഹി സുൽത്താനേറ്റിനെ കൃത്യമായിട്ട് അവരുടെ കാലഗണത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രിലിംസിലും പ്രതീക്ഷിക്കാം. ഈ ഒരു കോഡ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ, അഖിത്തുസലോ എന്നങ്ങ് പഠിക്കുക. തുടർച്ചയായി 3 സുൽത്താനേറ്റുകളും തുർക്കി രാജവംശത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ 1398 തിമൂർ തുഗ്ലക് രാജവംശത്തിന് അവസാനം കുറിച്ചതോടുകൂടി ഇതിൽ മാറ്റം വരികയാണ് ചെയ്തത്. മനസ്സിലായോ? തുടർച്ചയായിട്ട് 3 സുൽത്താനേറ്റുകളും തുർക്കി രാജവംശത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ 1398 തിമൂർ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യ ആക്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തുഗ്ലക് രാജവംശത്തിനെ അടിച്ചമർത്തുകയും ചെയ്തു. ആര്? തിമൂർ. അതിന്റെ ഫലമായിട്ടാണ് പിന്നെ വന്ന രാജവംശങ്ങൾ ആരുടെ ഭാഗമാവാത്തത്? തുർക്കി രാജവംശത്തിന്റെ ഭാഗമാകാത്തത്. സൈദ് വംശം അറേബ്യൻ രാജവംശത്തിലെ ഹസ്രത്ത്
ഹസ്രത്ത് മുഹമ്മദിന്റെ പിൻഗാമിയാണ് തങ്ങളെന്ന് ശക്തമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് അവര് അറേബ്യൻ രാജവംശത്തിന്റെ ഭാഗമാണ് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞത്. അപ്പോൾ സയ്യിദ് വംശം എന്ന് പറയുന്നത് അറേബ്യൻ രാജവംശത്തിലെ ഹസ്രത്ത് മുഹമ്മദിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നും അതുകൊണ്ട് തന്നെ അവർ എന്താണ് അറേബ്യൻ രാജവംശത്തിന്റെ ഭാഗമാണെന്ന് ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് സയ്യിദ് വംശം എന്തായത് അറേബ്യൻ രാജവംശത്തിന്റെ ഭാഗമായതും. അതുപോലെ തന്നെയാണ് ലോധി വംശം അഫ്ഗാൻ രാജവംശത്തിന്റെ ഭാഗമാണെന്ന് ശക്തമായിട്ട് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു അഫ്ഗാൻ രാജവംശത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. അപ്പോൾ PSC ഇവിടെ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കാം. ഡൽഹി സുൽത്താനേറ്റില് 5 രാജവംശങ്ങളിൽ ഏതൊക്കെ രാജവംശമാണ് തുർക്കിയുടെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമ വംശം, കിൽജി വംശം, അതുപോലെ തുഗ്ലക് വംശമാണ്. സയ്യിദ് വംശം എന്ന് പറയുന്നത് അറേബ്യൻ രാജവംശമാണ്. ലോധി വംശം എന്ന് പറയുന്നത് അഫ്ഗാൻ രാജവംശമാണ്. പഠിക്കുക. ഇനി നമ്മൾ ആദ്യത്തെ സുൽത്താൻ രാജവംശത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതാണ് സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ വംശം. സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ വംശം 1206 മുതൽ 1290 വരെ നമ്മുടെ ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻ രാജവംശമായിരുന്നു അടിമ വംശം അഥവാ സ്ലേവ് ഡൈനാസ്റ്റി. അപ്പോൾ നമുക്ക് നോക്കാം അടിമ വംശം. അടിമ വംശം രൂപപ്പെടുവാൻ കാരണമാണ് നമ്മൾ ആദ്യം പഠിക്കുവാനുള്ളത്. അടിമ വംശം രൂപപ്പെടുവാനുള്ള കാരണം മുഹമ്മദ് ഗോറി മധ്യ ഏഷ്യ മുതൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരെ തന്റെ അധീനതയിലാക്കി. മുഹമ്മദ് ഗോറി മധ്യ ഏഷ്യ മുതൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളും തന്റെ അധീനതയിലാക്കി. മറ്റു ഏഷ്യൻ പ്രദേശങ്ങളിലേക്ക് തന്റെ രാജ്യം വളർത്തുന്നതിന്റെ ഭാഗമായി മുഹമ്മദ് ഗോറി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഭരിക്കുന്നതിന് തന്റെ വിശ്വസ്തനായ അടിമയായ കുത്തബ്ദീൻ ഐബക്കിനെ നൈബ് ഉസ് സുൽത്താനേറ്റ്, അതായത് അവരുടെ വൈസ്രോയി കേട്ടോ, ഈ ഒരു പദവി നൽകിയിട്ട് എങ്ങോട്ട് അയക്കുന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് ആദ്യം മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു? മധ്യേഷ്യ മുതൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകൾ മുഴുവനും അദ്ദേഹത്തിന്റെ സ്വാധീനത്തിലാക്കി. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നോ ഇല്ല, അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ രാജ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യയിലെ മറ്റു പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പോയി. അപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണ്ടേ? അല്ലെങ്കിൽ ആ പിടിച്ചെടുത്ത ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നോക്കാൻ ആള് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പരിപാടി എന്തെന്ന് ചോദിച്ചാല് തന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അടിമയായിട്ടുള്ള കുത്തബീൻ ഐബക്കിന് എന്ത് ചെയ്തു? നൈബ് ഉസ് സുൽത്താനേറ്റ് എന്നൊരു പദവി നൽകി. അതായത് നമ്മുടെ വൈസ്രോയി പദവി. ഈ പദവി നൽകിയിട്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്ന ഈ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നോക്കാനായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. ഓക്കെയാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി പറയാനുള്ളത് 1206 മുഹമ്മദ് ഗോറി യാത്രാ മധ്യേ വെച്ച് ഖൊഖറുകൾ പേര് മറക്കുന്നത് എന്താണ്? ഖൊഖറുകളാൽ 1206 മാർച്ച് 15 ധമ്മിക്കിലെ സിന്ധു നദീ തീരത്ത് വെച്ച് വധിക്കപ്പെടുകയും ചെയ്തു. 1206 നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഈ 1206 ആയപ്പോഴത്തേക്കും മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു? നമ്മുടെ ഏകദേശം ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് നേരെ സ്കൂട്ടായി എങ്ങോട്ട് പോയി? മറ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലേക്ക് പോയി. ആ പോകുന്ന യാത്രാ മധ്യേ വെച്ച് ഖൊഖറുകൾ ഇദ്ദേഹത്തിനെ എന്ത് ചെയ്തു? തടവിലാക്കി. ഇത് നടന്നത് 1206 മാർച്ച് മാസം 15 തീയതിയായിരുന്നു. ഇത് നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ധമ്മിക്കയിലെ സിന്ധു നദീ തീരത്ത് വെച്ചാണ്. എവിടെയാണ്? ധമ്മിക്കിലെ സിന്ധു നദീ തീരത്ത് വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്തത്? പിടിച്ചത്. ആരെ? മുഹമ്മദ് ഗോറിനെ ഈ ഖൊഖറുകള് പിടിച്ചത്. അവിടെ വെച്ച് തന്നെ പുള്ളീനെ വധിച്ചു കളയുകയും ചെയ്തു. അപ്പൊ എന്തായിരിക്കും മുഹമ്മദ് ഗോറിയും ഖൊഖറുകളും തമ്മിലുള്ള പ്രശ്നം? അത് നമുക്ക് പഠിച്ചു വരുന്ന വഴിയെ മനസ്സിലാക്കാം. അപ്പൊ 1206 മാർച്ച് 15 ധമ്മിക്കയിലെ സിന്ധു നദീ തീരത്ത് വെച്ച് വധിക്കപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അടിമവംശത്തിന്റെ രൂപപ്പെടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഹമ്മദ് ഗോറി മധ്യ ഏഷ്യ മുതൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരെ തന്റെ അധീനതയിലാക്കി. മറ്റു ഏഷ്യൻ പ്രദേശങ്ങളിലേക്ക് തന്റെ രാജ്യം വളർത്തുന്നതിന്റെ ഭാഗമായി പുറപ്പെട്ട മുഹമ്മദ് ഗോറി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഭരിക്കുന്നതിന് തന്റെ വിശ്വസ്തനായ അടിമയായ കുത്തബീൻ ഐബക്കിനെ നൈബ് ഉസ് സുൽത്താനേറ്റ് അല്ലെങ്കിൽ വൈസ്രോയി പദവി നൽകിയിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തു. 1206 മുഹമ്മദ് ഗോറി യാത്രാമധ്യേ വെച്ച് ഖൊഖറുകളാൽ മാർച്ച് 15 ധമ്മിക്കയിലെ സിന്ധു നദീ തീരത്ത് വെച്ച് വധിക്കപ്പെടുകയും ചെയ്തു. ആ പ്രദേശം മറന്നു പോരുത്. ധമ്മിക്കിലെ സിന്ധു നദീ തീരത്ത് വെച്ചായിരുന്നു ആരെ? മുഹമ്മദ് ഗോറിയെ ഖൊഖറുകള് വധിച്ചത്. വധിച്ച വർഷം എത്രയാ? 1206 മാർച്ച് മാസം 15 തീയതി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഈ മുഹമ്മദ് ഗോറിയും ഈ ഖൊഖറുകളും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മുഹമ്മദ് ഗോറി മുയിസ് അൽദീൻ ഖൊഖറുകളാൽ വധിക്കപ്പെടുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ള ഒരു
രാജാവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ രാജ്യം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഏഷ്യയിലെ പല പ്രദേശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കയറി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്രമിക്കുന്ന പ്രദേശത്ത് അങ്ങേര് കാണിക്കുന്ന പരിപാടി എന്തെന്ന് ചോദിച്ചാല്, യുദ്ധത്തിന് ശേഷം മുയിസ് അൽദീൻ കൊഗറുകളെ പൊതുകൂട്ടക്കൊലയ്ക്ക് ഉത്തരവിടുകയും അവരിൽ പലരെയും കൂടുതൽ അടിമകളാക്കുകയും ചെയ്തു. അപ്പോ ഈ മുഹമ്മദ് ഗോറിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരന്റെ പ്രദേശത്ത് പോവും, അവിടെ ചെന്നിട്ട് ഫുൾ അവിടെയുള്ള റിസോഴ്സ് എല്ലാം തകർത്ത് കളയും. എന്നിട്ട് അവിടെയുള്ള ആളുകളെ ഒന്നിനെന്ത് ചെയ്യും? പൊതു കൂട്ടക്കൊലയ്ക്ക് അങ്ങ് ഉത്തരവിടും. അല്ലെന്നുണ്ടെങ്കിൽ പിടിച്ചിട്ട് അടിമകളാക്കിയിട്ട് എന്ത് ചെയ്യും? അടിമ വേല ചെയ്യിക്കുകയും ചെയ്യും. ഇത് മുഹമ്മദ് ഗോറിയുടെ സ്ഥിരം ഒരു പരിപാടിയായിരുന്നു. ഇതിനകത്ത് ഈ ഒരു സ്വഭാവമുള്ള മുഹമ്മദ് ഗോറിയുടെ അടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന അൽദിൽ കൊഗറുകൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന അടിമകളായിരിക്കുന്നവരിൽ നിന്ന് കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുകയും അവരെന്ത് ചെയ്തു? മുഹമ്മദ് ഗോറിയെ യാത്രാമധ്യേ പിടിച്ചു നിർത്തുകയും പുള്ളിക്കാരനെ വധിച്ചു കളയുകയുമാണ് ചെയ്തത്. അതാണ് ഈ മുഹമ്മദ് ഗോറിയും ഈ അൽദീൻ കൊഖറുകളുമായിട്ടുള്ള ബന്ധം കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതോടുകൂടി തുർക്കി അടിമയായിരുന്ന കുത്തബീൻ ഐബൻ ശക്തനായി തീരുകയും അടിമവംശം സ്ഥാപിക്കുകയും ചെയ്തു. കുത്തബീൻ ഐബക്കിന്റെ യജമാനായിരുന്നല്ലോ മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിനെ കൊഖറുകൾ കൊന്നു കളഞ്ഞല്ലോ. പിന്നെ കുത്തബീൻ ഐബക്കിനെ ആരെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? അയാൾക്ക് പിന്നെ ആരെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പുള്ളിക്കാരൻ അതോടുകൂടി ശക്തനായിട്ടൊരു നേതാവായിട്ട് അല്ലെങ്കിൽ ശക്തനായിട്ടൊരു രാജാവായിട്ട് വളരുവാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ചതാണ് അടിമവംശം. അപ്പോൾ അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാ? കുത്തബീൻ ഐബക്കാണ്. അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലൂക്ക് രാജവംശം. അപ്പോൾ അടിമവംശം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, മാംലൂക്ക് രാജവംശം എന്ന്. അത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുഹമ്മദ് ഗോറിയും മുയിസ് അൽദീൻ കൊഖറുകളുമായിട്ടുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കൊഖറുകൾ മുഹമ്മദ് ഗോറിയെ വധിക്കുവാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ മുഹമ്മദ് ഗോറിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള വ്യക്തികളെ എല്ലാം എന്ത് ചെയ്യും? പിടിച്ചിട്ട് ഒന്നുകിൽ പൊതു കൂട്ടക്കൊലയ്ക്ക് അങ്ങ് ഉത്തരവിടും, അല്ലെന്നുണ്ടെങ്കിൽ പിടിച്ച് അടിമകളാക്കും. അങ്ങനെ ഈ മുയിസ് അൽദീൻ കൊഖറുകളെയും പൊതു കൂട്ടക്കൊലയ്ക്കും അതുപോലെ തന്നെയാണ് കുറച്ചുപേരെ അടിമകളാക്കുകയും ചെയ്തു. ഈ അടിമകളിൽ നിന്നും രക്ഷപ്പെട്ടു പോയ കുറച്ച് കൊഖറുകള് നമ്മുടെ മുഹമ്മദ് ഗോറിയെ പിടിക്കുകയും വധിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതോടുകൂടി എന്താ സംഭവിച്ചത്? കുത്തബീൻ ഐബക്കിന്റെ യജമാനായിരുന്നു മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി മരിച്ചതോടുകൂടി വേറെ ആരുടെയെങ്കിലും നിയന്ത്രണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതുവരെ വെറും ഒരു വൈസ്രോയി ആയിരുന്ന കുത്തബീൻ ഐബക്ക് ശക്തനായ ഒരു ഭരണാധികാരിയാവുകയും അടിമ രാജവംശം ആരംഭിക്കുകയും ചെയ്തു. അടിമ രാജവംശം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? ഇൽബാരി രാജവംശം എന്നും യാമിനി രാജവംശം എന്നും മാംലൂക്ക് രാജവംശം എന്നും. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്, പഠിക്കുക. അടിമ രാജവംശം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്താ? ഇൽബാരി രാജവംശം, യാമിനി രാജവംശം, അതുപോലെ മാംലൂക്ക് രാജവംശം. ഇനി നമുക്ക് അടിമ രാജവംശത്തെ കുറിച്ച് അല്പം ഡീപ്പായിട്ട് പഠിക്കാം. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ പ്രിലിംസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഡീപ്പായിട്ട് PSC ചോദിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് ഡീപ്പായിട്ട് പഠിക്കാം. മാംലൂക്ക് രാജവംശം അല്ലെങ്കിൽ അടിമ രാജവംശം അല്ലെങ്കിൽ യാമിനി രാജവംശം അല്ലെങ്കിൽ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നവൻ? ഇൽബാരി രാജവംശം എന്ന്. മാംലൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. മാംലൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ഉടമസ്ഥൻ എന്നാണ്. ലോകത്തിലെ തന്നെ ശക്തമായ സൈനിക ജാതീയ സഖ്യമായിരുന്നു മാംലൂക്ക്. ലോകത്തിലെ തന്നെ ശക്തമായ സൈനിക ജാതീയ സഖ്യമായിരുന്നു എന്ന് പറയുന്നത് മാംലൂക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് ഗോറിയുടെ മരണത്തോടു കൂടി മാംലൂക്കുകൾ സൈനികപരമായും രാഷ്ട്രീയപരമായും ഈജിപ്റ്റ്, ഇറാഖ്, ഇന്ത്യ മേഖലകളിൽ ശക്തി പ്രാപിച്ചു. പഠിച്ചോളണേ, നമ്മുടെ മാംലൂക്കുകൾക്ക് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അടിമകൾ എന്ന് പറയുന്ന ജാതീയ സഖ്യത്തിന് കൂടുതലായിട്ടും ശക്തി പ്രാപിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഈജിപ്റ്റ്, ഇറാഖ്, ഇന്ത്യ മേഖലകളായിരുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? പെട്ടെന്നുണ്ടായിരുന്ന മുഹമ്മദ് ഗോറിയുടെ മരണം തന്നെയായിരുന്നു കാരണം. മാംലൂക്ക് അടിമകളാണെങ്കിലും അവരുടെ യജമാനന്മാർ അവരെ ബഹുമാനിച്ചിരുന്നു. അവരിൽ കൂടുതലും തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി പോരാടുന്ന ജനറൽമാരും സൈനികരുമായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നമ്മൾ ചിന്തിക്കും, അയ്യോ ഈ മാംലൂക്കുകൾ എന്ന് പറയുന്നത് അടിമകളല്ലേ, അവർക്ക് പിന്നെ എങ്ങനെ പദവി ലഭിക്കുമെന്ന്. ഈ മാംലൂക്കുകൾ അടിമകളാണെങ്കിലും അവരുടെ യജമാനന്മാർ അവരെ ബഹുമാനിച്ചിരുന്നു. എങ്ങനെ ബഹുമാനിച്ചിരുന്നത്? അവർ ശക്തമായിട്ടുള്ള
പോരാട്ടങ്ങൾ നടത്തുന്ന നല്ല പോരാട്ട ഗുണമുള്ള സൈനികരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്തു, വലിയ വലിയ ജനറൽ അല്ലെങ്കിൽ സൈനിക തലവന്മാർ അങ്ങനെയുള്ള വലിയ വലിയ പദവികളായിരുന്നു ആര് നൽകിയിരുന്നത്, ഈ പറയുന്ന യജമാനന്മാര് നൽകിയിരുന്നത്. ഇനി നമുക്ക് മാംലൂക്ക് രാജവംശത്തെ പറ്റി വ്യക്തമായിട്ടൊന്ന് പഠിക്കാം. എന്താണ് ഈ മാംലൂക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ അടിമ രാജവംശം എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് യാമിനി രാജവംശം എന്ന് പറയുന്നു എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാംലൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. മാംലൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാല് ഉടമസ്ഥൻ എന്നാണ്. ലോകത്തിലെ തന്നെ ശക്തമായ സൈനിക ജാതീയ സഖ്യമായിരുന്നു മാംലൂക്ക്. പഠിച്ചോളനെ, ലോകത്തിലെ തന്നെ ശക്തമായ സൈനിക ജാതീയ സഖ്യമായിരുന്നു ആര്, മാംലൂക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് ഘോറിയുടെ മരണത്തോടു കൂടി മാംലൂക്കുകൾ സൈനികപരമായും രാഷ്ട്രീയപരമായും ഈജിപ്റ്റ്, ഇറാഖ്, ഇന്ത്യ മേഖലകളിൽ ശക്തി പ്രാപിച്ചു. മുഹമ്മദ് ഘോറിയുടെ മരണത്തോടു കൂടി മാംലൂക്കുകൾ സൈനികപരമായും രാഷ്ട്രീയപരമായും ഈജിപ്റ്റ്, ഇറാഖ്, ഇന്ത്യ മേഖലകളിൽ ശക്തി പ്രാപിച്ചു. മാംലൂക്ക് അടിമകളാണെങ്കിലും അവരുടെ യജമാനന്മാർ അവരെ ബഹുമാനിച്ചിരുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് യജമാനന്മാര് അവർക്ക് വേണ്ടി പോരാടുന്ന മാംലൂക്കുകളെ ജനറൽമാരും സൈനിക തലവന്മാരുമാക്കി മാറ്റി. അങ്ങനെയാണ് നമ്മുടെ മുഹമ്മദ് ഘോറി ആരെ, കുത്തബീൻ ഐബക്കിനെ എന്താക്കി മാറ്റിയത്, വൈസ്രോയി ആയിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നത്, നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. ഇപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. വെറും ഒരു അടിമകളല്ല ഈ പറയുന്ന മാംലൂക്കുകൾ എന്ന് പറയുന്നത്. ഇവർ ശക്തമായിട്ട് യജമാനു വേണ്ടി പോരാടുന്നത് കൊണ്ട് തന്നെ യജമാനന്മാർ അവർക്ക് ജനറൽമാരായിട്ടും സൈനിക തലവന്മാരായിട്ടും സൈനികരായിട്ടും ഒക്കെ ഒരുപാട് പദവികൾ നൽകിയിരുന്നു. അപ്പോൾ ഈ പദവി ഉപയോഗിച്ചാണ് ആര് വന്നത്, നമ്മുടെ കുത്തബീൻ ഐബക്കും എങ്ങോട്ട് വന്നത്, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതെന്ന് ഓർക്കുക. മാംലൂക്ക് ഭരണത്തെ ചരിത്രകാരന്മാർ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ബഹ്രി കാലഘട്ടം, അതായത് 1250 1382 ഇടയ്ക്കുള്ള കാലഘട്ടമായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ബഹ്രി കാലഘട്ടവും, അതുപോലെ തന്നെ 1382 മുതൽ 1517 വരെയുള്ള ബുർജി കാലഘട്ടമെന്നും. അപ്പോൾ മാംലൂക്ക് ഭരണത്തെ ചരിത്രകാരന്മാർ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, ഒന്ന് 1250 1382 ഇടയ്ക്കുള്ള ബഹ്രി കാലഘട്ടം എന്നും 1382 1517 ഇടയിലുള്ള ബുർജി കാലഘട്ടം എന്നും രണ്ടായിട്ട് തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. എങ്ങാനും PSC ചോദിച്ചാല് നമുക്ക് അവിടെ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത്. അതിനു വേണ്ടിയിട്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മാംലൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ, ഉടമസ്ഥൻ എന്നാണ്. ലോകത്തിലെ തന്നെ ശക്തമായ സൈനിക ജാതീയ സഖ്യമായിരുന്നു മാംലൂക്കുകള്. മുഹമ്മദ് ഘോറിയുടെ മരണത്തോടുകൂടി മാംലൂക്കുകൾ സൈനികപരമായും രാഷ്ട്രീയപരമായും ഈജിപ്റ്റ്, ഇറാഖ്, ഇന്ത്യ മേഖലകളിൽ ശക്തി പ്രാപിച്ചു. മാംലൂക്ക് അടിമകളായിരുന്നെങ്കിലും അവരുടെ യജമാനന്മാർ അവരെ ബഹുമാനിച്ചിരുന്നു. അവർ കൂടുതലും തങ്ങളുടെ യജമാനന്മാർക്ക് വേണ്ടി പോരാടുന്ന ജനറൽമാരും സൈനികന്മാരുമായിരുന്നു. മാംലൂക്ക് ഭരണത്തെ ചരിത്രകാരന്മാർ രണ്ടു ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, 1250 മുതൽ 1382 വരെ നീണ്ടു കിടക്കുന്ന ബഹ്രി കാലഘട്ടവും, അതുപോലെ 1382 ആരംഭിച്ച് 1517 വരെ നീണ്ടു കിടക്കുന്ന ബുർജി കാലഘട്ടം എന്നും പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുവാൻ പോവുകയാണ് കുത്തബീൻ ഐബക്കിനെ പറ്റി. ആരാണ് കുത്തബീൻ ഐബക്കിനെ പറ്റി? കുത്തബീൻ ഐബക്കിന്റെ ഭരണകാലഘട്ടം 1206 മുതൽ 1210 വരെ ആയിരുന്നു കേട്ടോ. 1206 1526 ഇടയില് 34 മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചു. അതായത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റില് മൊത്തത്തിൽ എത്ര മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്നു? 34 മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? അത് കുത്തബീൻ ഐബക്കാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. 1206 1526 അതായത് ഡൽഹി സുൽത്താനേറ്റ് ആരംഭിച്ച് ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്ന സമയം വരയ്ക്കും അതിനിടയ്ക്ക് 34 മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിരുന്നു. അതിൽ ആദ്യമായി ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? അത് കുത്തബീൻ ഐബക്കാണ്. മധ്യ ഏഷ്യയിലെ തുർക്കിയിലായിരുന്നു കുത്തബീൻ ഐബക്ക് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം അടിമയാക്കി മാറ്റപ്പെടുകയും ചെയ്തു. മധ്യ ഏഷ്യയിലെ തുർക്കിയിലായിരുന്നു കുത്തബീൻ ഐബക്ക് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം എന്തായിട്ട് മാറി? അടിമയായിട്ട് മാറുകയും ചെയ്തു. കുത്തബീൻ ഐബക്കിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. അതായത് നമ്മുടെ കുത്തബീൻ ഐബക്ക് എന്ത് ചെയ്തു? നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. ആരാ കൊണ്ടുവന്നത്? മുഹമ്മദ് ഘോറിയാണേ കൊണ്ടുവന്നത്. മുഹമ്മദ് ഘോറിയുടെ വിശ്വസ്തനായ അടിമയാണ് ആര്? കുത്തബീൻ ഐബക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുത്തബീൻ ഐബക്ക് എവിടെ വരുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. പുള്ളിക്കാരൻ നോക്കിയപ്പോ പുള്ളിക്കാരന് നന്നായിട്ട് ഇന്ന് ഭരിക്കാൻ പറ്റിയ
പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ലാഹോർ ആണ്. അങ്ങനെ കുത്തബീൻ ഐബക് അടിമ രാജവംശത്തിന്റെ തലസ്ഥാനം എവിടെ നിർമ്മിച്ചു? ലാഹോറില് നിർമ്മിച്ചു. ലാഗ്ബാഷ് അഥവാ ലക്ഷങ്ങൾ കൊടുക്കുന്നവരെന്ന് അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരി കുത്തബീൻ ഐബക് ആയിരുന്നു. ലാഗ്ബാഷ് അഥവാ ലക്ഷങ്ങൾ കൊടുക്കുന്നവരെന്ന് അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരി ആരായിരുന്നു? അത് കുത്തബീൻ ഐബക് ആയിരുന്നു. കുത്തബീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് താജ് ഉൽ മാസിർ. പഠിച്ചോളണേ, കുത്തബീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥം അറിയപ്പെടുന്ന പേരെന്താ? താജ് ഉൽ മാസിർ എന്നാണ്. ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കുത്തബീൻ ഐബക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുത്തബീൻ ഐബക്കിന്റെ ഭരണകാലഘട്ടം എത്രയായിരുന്നു? 1206 മുതൽ 1210 വരെയായിരുന്നു. 1206നും 1526നും ഇടയിൽ, അതായത് സുൽത്താനേറ്റിന്റെ ആരംഭം മുതൽ സുൽത്താൻ രാജവംശത്തിന്റെ അവസാനം വരെ ഇന്ത്യ 34 മുസ്ലിം ഭരണാധികാരികളാൽ ഭരിക്കപ്പെട്ടു. ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരിച്ച മുസ്ലിം ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? അത് കുത്തബീൻ ഐബക് ആണ്. മധ്യ ഏഷ്യയിലെ തുർക്കിയിലായിരുന്നു കുത്തബീൻ ഐബക് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം അടിമയാക്കി മാറ്റപ്പെട്ടിരുന്നു. കുത്തബീൻ ഐബക്കിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ലാഹോർ ആണ്. അതായത് കുത്തബീൻ ഐബക് നമ്മുടെ മുഹമ്മദ് ഗോറിയുടെ സഹായത്താൽ എവിടെ എത്തുന്നു? ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹം നോക്കിയ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റിയ നല്ലൊരു പ്രദേശം എന്ന് പറയുന്നത് ലാഹോർ ആണ്. അപ്പോൾ ലാഹോർ ആസ്ഥാനമാക്കിയാണ് കുത്തബീൻ ഐബക് തന്റെ അടിമ രാജവംശം കെട്ടിപ്പടുത്തത്. ലാഗ്ബാഷ് അഥവാ ലക്ഷങ്ങൾ കൊടുക്കുന്നതെന്ന് അറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരി കുത്തബീൻ ഐബക് ആണ്. കുത്തബീൻ ഐബക്കിന്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാ സുഹൃത്തുക്കളെ? താജ് ഉൽ മാസിർ ആണ്. പഠിക്കുക. താജ് ഉൽ മാസിർ രചിച്ച വ്യക്തിത്വമാണ് ഹസൻ നിസാമി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളുക. താജ് ഉൽ മാസിർ രചിച്ച വ്യക്തിത്വം ആരാണ്? ഹസൻ നിസാമിയാണ്. കുത്തബീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഹസൻ നിസാമിയാണ്. കുത്തബീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധനായിട്ടുള്ള ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹസൻ നിസാമിയാണ്. പോളോ കളി ഇന്ത്യയിൽ എത്തിച്ച അടിമവംശ ഭരണാധികാരി കുത്തബീൻ ഐബക് ആണ്. പോളോ കളി ഇന്ത്യയിൽ എത്തിച്ച അടിമവംശ ഭരണാധികാരി ആരാണ്? കുത്തബീൻ ഐബക് ആണ്. 1210 പോളോ കളിക്കിടയിൽ കുതിരയിൽ നിന്ന് വീണ് മരിച്ച അടിമവംശ ഭരണാധികാരി കുത്തബീൻ ഐബക് ആണ്. 1210 പോളോ കളിക്കിടയിലെ കുതിരയിൽ നിന്നും വീണു മരിച്ച അടിമവംശ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? കുത്തബീൻ ഐബക് ആണ്. ചൗഗാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കായിക വിനോദം പോളോയാണ്. പഠിച്ചോളനെ, ചൗഗാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കായിക വിനോദം ഏതാ? പോളോയാണ്. വീണ്ടും പറയുന്നു, ചൗഗാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കായിക വിനോദം പോളോയാണ്. പോളോ എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ അറിയാലോ സുഹൃത്തുക്കളെ, നമ്മുടെ കുതിരയിൽ ഇരുന്നുകൊണ്ട് ഒരു റൗണ്ട് ഡിസ്ക് ഷേപ്പിലുള്ള ഒരു സാധനം, നമ്മുടെ ഹോക്കി ബാറ്റ് ഉള്ള ഒരു സാധനം വെച്ച് ഇങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളോ കളി എന്ന് പറയുന്നത്. അപ്പൊ ആ പോളോ കളിക്കിടയിൽ 1210 ആര് മരിച്ചുപോയി? നമ്മുടെ അടിമവംശ സ്ഥാപകനായിട്ടുള്ള കുത്തബീൻ ഐബക് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താജ് ഉൽ മാസിർ രചിച്ച വ്യക്തിത്വമാരാണ്? ഹസൻ നിസാമിയാണ്. കുത്തബീൻ ഐബക്കിന്റെ സദസ്സിലെ പ്രസിദ്ധനായ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ഹസൻ നിസാമിയാണ്. പോളോ കളി ഇന്ത്യയിൽ എത്തിച്ച അടിമവംശ ഭരണാധികാരി കുത്തബീൻ ഐബക് ആണ്. 1210 പോളോ കളിക്കിടയിൽ കുതിരയിൽ നിന്ന് വീണ് മരിച്ച അടിമവംശ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് കുത്തബീൻ ഐബക് ആണ്. ചൗഗാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കായിക വിനോദം പോളോയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കുത്തബീൻ ഐബക്കിന്റെ പ്രധാന നിർമ്മിതികളാണ്. ഈ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗം നന്നായിട്ട് പഠിക്കണം. കുത്തബീൻ ഐബക്കിന്റെ പ്രധാന നിർമ്മിതികൾ. കുത്തബ് മിനാർ പണി കഴിപ്പിച്ച ഭരണാധികാരി കുത്തബീൻ ഐബക് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാകും, പറഞ്ഞു തരാം. കുത്തബ് മിനാർ പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? കുത്തബീൻ ഐബക് ആണ്. എങ്കിലും കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ച ഭരണാധികാരി ഇൽത്തുമിഷ് ആണ്. അതായത് മരുമകനായിരുന്നു കേട്ടോ. കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ച ഭരണാധികാരി ആരാണ്? ഇൽത്തുമിഷ് ആണ്. എന്നാൽ കുത്തബ് മിനാറിന്റെ പണി ആരംഭിച്ച ഭരണാധികാരി ആരാ? അത് കുത്തബീൻ ഐബക് ആണ്. സൂഫി സന്യാസിയായ ഹോജ കുത്തബീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയാർത്ഥം പണി കഴിപ്പിച്ചതാണ് കുത്തബ് മിനാർ. പഠിച്ചോളണേ, ആരുടെ ഓർമ്മയാർത്ഥമാ കുത്തബ് മിനാർ സ്ഥാപിച്ചത്? നമ്മുടെ സൂഫി സന്യാസിയായ ഖ്വാജ കുത്തബീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയാർത്ഥം പണി കഴിപ്പിച്ചതാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കുത്തബ് മിനാറിന്റെ ഉയരം 237.8 മീറ്റർ ആണ്. പഠിച്ചോളണേ, കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. കുത്തബ് മിനാറിന്റെ ഉയരം എന്ന് പറയുന്നത് 237.8 മീറ്റർ ആണ്. കുവത്ത് ഉൽ ഇസ്ലാം പള്ളി സ്ഥാപിച്ചത് കുത്തബീൻ ഐബക് ആണ്. കുവത്തുൽ ഇസ്ലാം പള്ളി സ്ഥാപിച്ചത് കുത്തബീൻ ഐബക് ആണ്. കുവത്തുൽ ഇസ്ലാം പള്ളി സ്ഥാപിച്ചത് ആരാണ്? കുത്തബീൻ ഐബക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള പള്ളി എന്നറിയപ്പെടുന്നത് കുവത്തുൽ ഇസ്ലാം പള്ളിയാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള പള്ളി എന്നറിയപ്പെടുന്നത് ഏതാ? അത് കുവത്തുൽ ഇസ്ലാം പള്ളിയാണ്. ആദായി ദിൻക
ജോൺപ്ര മോസ്ക് നിർമ്മിച്ചത് കുത്തബീൻ ഐബക്കാണ്. പഠിച്ചോളനെ, ആദായി ദിൻക ചോപ്ര എന്ന മോസ്ക് നിർമ്മിച്ചത് ആരാണ്? അത് കുത്തബീൻ ഐബക്കാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കുത്തബീൻ ഐബക്കിന്റെ പ്രധാന നിർമ്മിതികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ PSC ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലയും ഇത് തന്നെയാണ്. കുത്തബ് മിനാറിന്റെ പണി ആരംഭിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്നത് കുത്തബീൻ ഐബക്കാണ്. കുത്തബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ച ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ്. അതായത് സ്വന്തം മരുമകനായിട്ടുള്ള ഇൽത്തുമിഷാണ്. സൂഫി സന്യാസിയായ ഹോജ കുത്തബീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയാർത്ഥം പണി കഴിപ്പിച്ചതാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 237.8 മീറ്റർ ആണ്. കുവത്തുൽ ഇസ്ലാം പള്ളി സ്ഥാപിച്ചത് കുത്തബീൻ ഐബക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള പള്ളി എന്നറിയപ്പെടുന്നത് കുവത്തുൽ ഇസ്ലാം പള്ളിയാണ്. ആദായി ദിൻക ചോപ്ര മോസ്ക് നിർമ്മിച്ചതാരാണ്? കുത്തബീൻ ഐബക്കാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വ്യക്തിത്വമാണ് ആരം ഷാ എന്ന് പറയുന്നത്. ആരം ഷായുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1210 1211 അതായത് കേവലം ഒരു വർഷം മാത്രം നമ്മുടെ അടിമ രാജവംശം ഭരിച്ച ഭരണാധികാരിയായിരുന്നു ആരം ഷാ എന്നുള്ളത്. കുത്തബീൻ ഐബക്കിന്റെ മരണത്തെ തുടർന്ന് രണ്ടാം അടിമവംശ സുൽത്താനായി സ്ഥാനമേറ്റ വ്യക്തിയാണ് ആരം ഷാ എന്ന് പറയുന്നത്. കുത്തബീൻ ഐബക്കിന്റെ മരണത്തെ തുടർന്ന് രണ്ടാം അടിമവംശ സുൽത്താനായി സ്ഥാനമേറ്റ വ്യക്തി ആരാണ്? ആരം ഷായാണ്. ആരം ഷായെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരി ഇൽത്തുമിഷാണ്. ആരം ഷായെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരി ആരാണ്? ഇൽത്തുമിഷാണ്. എന്തുകൊണ്ടായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ ഇൽത്തുമിഷ് ഈ ആരം ഷായെ വധിച്ചത് എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു കഥ പോലെ ബോറടിക്കാതിരിക്കാൻ പറയുന്നതേ ഉള്ളൂ. സത്യത്തിൽ ഈ കുത്തബീൻ ഐബക്കിന് പ്രധാനമായിട്ടും 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, അല്ലാതെ ആൺമക്കൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിലൊന്നും പറയുന്നില്ല. പിന്നെ എവിടെന്നാ ഈ ആരം ഷാ വന്നേന്ന് ചോദിച്ചാല് കുത്തബീൻ ഐബക്കിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള അടിമയായിരുന്നു ആരം ഷാ എന്നാണ് പറയുന്നത്. ഈ ആരം ഷായിനെ കുത്തബീൻ ഐബക്കിന്റെ മരണത്തോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രഭുത്വ വർഗം നേരെ കൊണ്ടുവന്ന അടിമ വംശത്തിന്റെ സുൽത്താനായിട്ട് എന്ത് ചെയ്തു? അവരോധിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം വളരെ ദുർബലനായ ഒരു രാജാവായിരുന്നു അവർക്കറിയാം. അപ്പോൾ ഭരണം ആരുടെ കയ്യിൽ കിട്ടും? സ്വാഭാവികമായിട്ടും അവിടത്തെ പ്രഭുക്കന്മാരുടെ കയ്യിൽ കിട്ടും. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഇത് മനസ്സിലാക്കി എന്ത് ചെയ്തു? ഇൽത്തുമിഷ് ഈ ഒരു പ്രവർത്തനത്തെ അട്ടിമറിച്ചു, അല്ലെങ്കിൽ ആരം ഷായെ വധിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്തു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു കഥ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പൊ സുഹൃത്തുക്കൾ അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇൽത്തുമിഷ് ആരം ഷായെ പരാജയപ്പെടുത്തിയ സ്ഥലം ബാഗ് ഇ ജൂദ് മൈതാനം ഡൽഹിയാണ്. ബാഗ് ഇ ജൂദ് മൈതാനം ഡൽഹിയാണ്. ഇൽത്തുമിഷ് ആരം ഷായെ പരാജയപ്പെടുത്തിയ സ്ഥലം എവിടെയാണ്? ബാഗ് ഇ ജൂദ് മൈതാനം എവിടെയാണ്? ഡൽഹിയാണ്. ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആരം ഷായുടെ ഭരണം എന്ന് പറയുന്നത് AD 1210 മുതൽ 1211 വരെയുള്ള ഒരു വർഷം മാത്രമായിരുന്നു. കുത്തബീൻ ഐബക്കിന്റെ മരണത്തെ തുടർന്ന് രണ്ടാം അടിമവംശ സുൽത്താനായി സ്ഥാനമേറ്റതാരെന്ന് ചോദിച്ചാൽ ആരം ഷായാണ്. ആരം ഷായെ വധിച്ച് അധികാരം പിടിച്ചെടുത്ത അടിമവംശ ഭരണാധികാരി ഇൽത്തുമിഷാണ്. കുത്തബീൻ ഐബക്കിന്റെ മകളുടെ മകനാണ് കേട്ടോ. അതായത് അനന്തരവനാണ് ഇൽത്തുമിഷ് എന്നാണ് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർക്കുക. കുത്തബീൻ ഐബക്കിന്റെ അനന്തരവനാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൽത്തുമിഷ് എന്ത് ചെയ്തു? ആരം ഷായെ വധിച്ചുകൊണ്ട് ഇവിടത്തെ അടിമ രാജവംശത്തിന്റെ ഭരണം എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഇൽത്തുമിഷ് ആരം ഷായെ പരാജയപ്പെടുത്തിയ സ്ഥലം ഏതാണ്? ബാഗ് ഇ ജൂദ് മൈതാനം ഡൽഹിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ള അടിമവംശ രാജാവാണ് ഇൽത്തുമിഷ്. വളരെ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ വേറെ ലെവലാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇൽത്തുമിഷിനെ പറ്റിയിട്ട്. ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടം 1211 മുതൽ 1236 വരെ. ഇൽത്തുമിഷിന്റെ ഭരണകാലഘട്ടം 1211 മുതൽ 1236 വരെ ആയിരുന്നു. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ് ആണ്. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താൻ ആരാണ്? അത് ഇൽത്തുമിഷ് ആണ്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, പുള്ളിക്ക് ഒത്തിരി പേര് എതിരായിട്ടുണ്ട്. കാരണം എന്താണ്? ആരം ഷായെ വധിച്ചുകൊണ്ടാണ് ഇൽത്തുമിഷ് എങ്ങോട്ട് വരുന്നത്? ഈ അടിമ രാജവംശത്തിന്റെ തലവനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കെല്ലാം നല്ല എതിർപ്പുണ്ടായിരുന്നു ഇൽത്തുമിഷിനോട്. അത് മറികടക്കാനായിട്ട് ഇൽത്തുമിഷ് ചെയ്തൊരു പരിപാടിയാണ് ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ. അതായത് ഖലീഫയുടെ ലെഫ്റ്റനന്റ് ആയിട്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഭരണം നടത്താൻ പോകുന്നത് എന്നുള്ള പേരില് ഭരണം നടത്തിയ ആര്? ഇൽത്തുമിഷ്. അടിമകളുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ഇൽത്തുമിഷ് ആണ്. അടിമകളുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു.
ഭഗവത് ദാസന്മാരുടെ സഹായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ഇൽത്തുമിഷ് ആയിരുന്നു. ഭഗവത് ദാസന്മാരുടെ സഹായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. സുൽത്താൻ ആകുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് ഏത് പ്രദേശത്തിന്റെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാല് ബദായൂം പ്രദേശത്തിന്റെ ഗവർണർ ആയിരുന്നു. സുൽത്താൻ ആകുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് ഏത് പ്രദേശത്തിന്റെ ഗവർണർ ആയിരുന്നു ചോദിച്ചാല് ബദായൂം പ്രദേശത്തിന്റെ ഗവർണർ ആയിരുന്നു. ഇൽത്തുമിഷ് ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കുത്തബ് കോംപ്ലക്സിനുള്ളിലാണ്. ഇൽത്തുമിഷ് ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കുത്തബ് കോംപ്ലക്സിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൽത്തുമിഷ് ഭരണകാലഘട്ടം 1211 മുതൽ 1236 വരെ ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ ഭരണം നടത്തിയ സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ് ആണ്. അടിമകളുടെ അടിമ, ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ആരാണ്? അത് ഇൽത്തുമിഷ് ആണ്. ഭഗവത് ദാസന്മാരുടെ സഹായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ഇൽത്തുമിഷ് ആണ്. സുൽത്താൻ ആകുന്നതിന് മുമ്പ് ഇൽത്തുമിഷ് ഏത് പ്രദേശത്തിന്റെ ഗവർണർ ആയിരുന്നു? ബദായൂം പ്രദേശത്തിന്റെ ഗവർണർ ആയിരുന്നു. ഇൽത്തുമിഷിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കുത്തബ് കോംപ്ലക്സിലാണ്. പഠിക്കുക. ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയായിരുന്നു ചെങ്കിസ് ഖാൻ. മറക്കരുത്, ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ആരായിരുന്നു? ചെങ്കിസ് ഖാൻ ആയിരുന്നു. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം 1221. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം 1221. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ നാമം തെമുജീൻ എന്നാണ്. പഠിച്ചോളെ, ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ നാമം എന്താണ്? തെമുജീൻ എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരി ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ച വർഷം 1221. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ നാമം തെമുജീൻ എന്നായിരുന്നു. ഇൽത്തുമിഷ് അധിനിവേശങ്ങളും നയങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് PSC ചോദ്യങ്ങൾ ചോദിക്കും. ഇൽത്തുമിഷിന്റെ അധിനിവേശങ്ങളും അതുപോലെ നയങ്ങളും. ലാഹോറിൽ നിന്നും തലസ്ഥാന നഗരം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരി ഇൽത്തുമിഷ് ആയിരുന്നു. ലാഹോർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുത്തബീൻ ഐബക്ക് ആയിരുന്നു അടിമ രാജവംശത്തിന്റെ തലസ്ഥാനം എവിടെ വെച്ചത്? ലാഹോറിൽ കൊണ്ടുവന്ന് നിർമ്മിച്ചത്. ഇതിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഡൽഹിയിലോട്ട് കൊണ്ടുവന്നു ആര്? ഇൽത്തുമിഷ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആരാണ്? അത് ഇൽത്തുമിഷ് ആണ്. ഇഖ്ത ഭൂനികുതി സമ്പ്രദായത്തിന്റെ ആശയം ഇൽത്തുമിഷിന് ലഭിച്ചത് മുഹമ്മദ് ഗോറിയിൽ നിന്നും. പഠിച്ചോളണേ, ഇഖ്ത ഭൂനികുതി സമ്പ്രദായത്തിന്റെ ആശയം ഇൽത്തുമിഷിന് ലഭിച്ചത് എവിടെ നിന്നാണ്? അത് മുഹമ്മദ് ഗോറിയിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇൽത്തുമിഷിന്റെ അധിനിവേശങ്ങളും നയങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാഹോറിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ അടിമവംശ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ്. ഭൂനികുതി സമ്പ്രദായമായ ഇഖ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി അത് ഇൽത്തുമിഷ് ആണ്. ഇഖ്ത ഭൂനികുതി സമ്പ്രദായത്തിന്റെ ആശയം ഇൽത്തുമിഷിന് ലഭിച്ചത് എവിടെ നിന്നാണ്? മുഹമ്മദ് ഗോറിയിൽ നിന്നുമാണ്. പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇഖ്ത ഭൂനികുതി സമ്പ്രദായത്തെ പറ്റിയാണ്. എന്താണ് ഇഖ്ത ഭൂനികുതി സമ്പ്രദായം? ഇന്ത്യയിലെ മുക്തീസ് അതുപോലെ ഇഖ്തേദാർമാരുടെ നികുതി പിരിക്കൽ സമ്പ്രദായമായിരുന്നു ഇഖ്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ മുക്തീസ് അതുപോലെ ഇഖ്തേദാർമാരുടെ നികുതി പിരിക്കൽ സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരാണ് ഇഖ്ത എന്നുള്ളത്. നികുതി അടയ്ക്കുന്ന കാലത്തോളം പ്രജകൾക്ക് അവരുടെ അവകാശങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയും. നികുതി അടയ്ക്കാത്ത പക്ഷം ഇത് നഷ്ടമാവുകയും ചെയ്യും. ഇതായിരുന്നു ഇഖ്ത എന്ന് പറയുന്ന നികുതി സമ്പ്രദായത്തിന്റെ പ്രത്യേകത കേട്ടോ. എന്തായിരുന്നു ഇഖ്ത എന്ന് പറയുന്ന നികുതി സമ്പ്രദായത്തിന്റെ പ്രത്യേകത? നികുതി അടയ്ക്കുന്ന കാലത്തോളം പ്രജകൾക്ക് അവരുടെ അവകാശങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയും. നികുതി അടയ്ക്കാത്ത പക്ഷം ഇത് നഷ്ടമാവുകയും ചെയ്യും. പ്രജകളിൽ നിന്നും പിരിക്കുന്ന ഇഖ്ത സുൽത്താൻ എപ്പോഴും വിളിപ്പുറത്തെത്തുന്ന ഭൂ ഉടമകളുടെ സൈന്യത്തിന് പാരിതോഷികമായി നൽകി പോന്നിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്രജകളിൽ നിന്നും പിരിക്കുന്ന ഇഖ്ത സുൽത്താൻ എന്തിനാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എപ്പോഴും തന്റെ വിളിപ്പുറത്തെത്തുന്ന ഭൂ ഉടമകളുടെ സൈന്യത്തിന് പാരിതോഷികമായി നൽകി പോന്നിരുന്നു. അസാധാരണ സൈനിക സേവനത്തിനും വിശ്വസ്തതയ്ക്കും ഇഖ്ത നൽകി പോന്നിരുന്നു. അസാധാരണമായിട്ടുള്ള സൈനിക സേവനത്തിനും അതുപോലെ വിശ്വസ്തതയും കാണിക്കുന്ന വ്യക്തികൾക്ക് ഇഖ്ത നൽകി പോന്നിരുന്നു. ഇഖ്ത നികുതി സമ്പ്രദായം പുനഃസ്ഥാപിച്ച സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ബാൽബൻ ആണ്. മറക്കരുത്, ഇഖ്ത നികുതി സമ്പ്രദായം പുനഃസ്ഥാപിച്ച സുൽത്താൻ ആരാണ്? അത് ബാൽബൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇഖ്ത ഭൂനികുതി സമ്പ്രദായത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ മുക്തീസ് അതുപോലെ ഇഖ്തേദാർമാരുടെ നികുതി പിരിക്കൽ സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ഇഖ്ത എന്നുള്ളത്. നികുതി അടയ്ക്കുന്ന കാലത്തോളം പ്രജകൾക്ക് അവരുടെ അവകാശങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയും. നികുതി അടയ്ക്കാത്ത പക്ഷം ഇത് നഷ്ടമാവുകയും ചെയ്യും. ഇതായിരുന്നു ഇഖ്ത നികുതി സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്നുള്ളത്.
പ്രജകളിൽ നിന്ന് പിരിക്കുന്ന ഇഖ്ത സുൽത്താൻ എപ്പോഴും വെളിപ്പുറത്തെത്തുന്ന ഭൂവുടമകളുടെ സൈന്യത്തിന് പാരിതോഷികമായി നൽകി പോന്നിരുന്നു. അസാധാരണ സൈനിക സേവനത്തിനും വിശ്വസ്തതയ്ക്കും ഇഖ്ത നൽകി പോന്നിരുന്നു. അതുകൊണ്ടൊന്ന് ഓർക്കുക, ഇഖ്ത നികുതി സമ്പ്രദായം പുനഃസ്ഥാപിച്ച സുൽത്താൻ ആരായിരുന്നു? അത് ബാൽബൻ ആയിരുന്നു. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. 175 ഗ്രാം ഭാരം വരുന്ന, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളണേ, 175 ഗ്രാം ഭാരം വരുന്ന തങ്ക എന്ന വെള്ളി നാണയവും, തങ്ക എന്ന വെള്ളി നാണയം, തങ്കം എന്ന് കേൾക്കുമ്പോൾ സ്വർണ്ണം എന്ന് വിചാരിക്കല്ലേ, തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പ് നാണയവും പുറത്തിറക്കിയ സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ് ആണ്. പഠിച്ചോളണേ, 175 ഗ്രാം ഭാരമുള്ള തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പ് നാണയവും പുറത്തിറക്കിയ സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ഇൽത്തുമിഷ് ആണ്. ഭരണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ചാലീസ അഥവാ ടർക്കിഷ് ഫോർട്ടിക്ക് രൂപം നൽകിയ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ്. ഭരണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ചാലീസ അഥവാ ടർക്കിഷ് ഫോർട്ടിക്ക് രൂപം നൽകിയ ഭരണാധികാരി ആരാണ്? അത് ഇൽത്തുമിഷ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാലീസ എന്തെന്നാണ്. ഇൽത്തുമിഷിന്റെ വിശ്വസ്തരായ പ്രഭുക്കന്മാരുടെയും തുർക്കി അടിമകളും അടങ്ങുന്ന 40 പേരുടെ സംഘമാണ് ചാലീസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൽത്തുമിഷിന്റെ വിശ്വസ്തരായ പ്രഭുക്കന്മാരുടെയും തുർക്കി അടിമകളും അടങ്ങുന്ന 40 പേരുടെ സംഘം അറിയപ്പെടുന്ന പേരാണ് ചാലീസ എന്ന്. പിൽക്കാലത്ത് ഈ 40 പേരടങ്ങുന്ന സംഘം ഒരു കൗൺസിലായി രൂപീകരിക്കപ്പെട്ടു. പിൽക്കാലത്ത് 40 പേരടങ്ങുന്ന ഈ സംഘം ഒരു കൗൺസിലായിട്ട് രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സാധാരണ മന്ത്രിതല സമിതി എന്നറിയപ്പെടുന്നത് ചാലീസയായിരുന്നു. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡ ചരിത്രത്തിലെ ആദ്യത്തെ സാധാരണ മന്ത്രിതല സമിതി എന്ന് ചോദിച്ചാൽ അത് ചാലീസയായിരുന്നു. ഭരണപരവും രാഷ്ട്രീയപരവുമായി അധികാരം വിനിയോഗിക്കുന്നതിൽ ചക്രവർത്തിയെ സഹായിക്കുന്നതിനാണ് കൗൺസിൽ സ്ഥാപിച്ചത്. ഭരണപരവും രാഷ്ട്രീയപരവുമായ അധികാരം വിനിയോഗിക്കുന്നതിൽ ചക്രവർത്തിയെ സഹായിക്കാനാണ് എന്ത് രൂപീകരിച്ചത്? ചാലീസ അഥവാ ടർക്കിഷ് ഫോർട്ടി എന്ന് പറയുന്ന സംഘത്തിനെ രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്. ചാലീസ നിരോധിച്ച ഭരണാധികാരി ബാൽബൻ ആയിരുന്നു കേട്ടോ. ചാലീസ നിരോധിച്ച ഭരണാധികാരി ആരായിരുന്നു? അത് ബാൽബൻ ആയിരുന്നു. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 175 ഗ്രാം ഭാരം വരുന്ന തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പ് നാണയവും പുറത്തിറക്കിയ സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ് ആണ്. ഭരണത്തെ സഹായിക്കുന്നതിന് വേണ്ടി ചാലീസ അഥവാ ടർക്കിഷ് ഫോർട്ടിക്ക് രൂപം നൽകിയ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ്. ഇനി ചാലീസ അഥവാ ടർക്കിഷ് ഫോർട്ടി എന്തെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷിന്റെ വിശ്വസ്തരായ പ്രഭുക്കന്മാരുടെയും തുർക്കി അടിമകളും അടങ്ങുന്ന 40 പേരുടെ സംഘം അറിയപ്പെടുന്ന പേരാണ് ചാലീസ. പിൽക്കാലത്ത് ഈ 40 പേരടങ്ങുന്ന സംഘം ഒരു കൗൺസിലായി രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സാധാരണ മന്ത്രിതല സമിതി എന്നറിയപ്പെടുന്നത് ചാലീസയാണ്. ഭരണപരവും രാഷ്ട്രീയപരവുമായി അധികാരം വിനിയോഗിക്കുന്നതിൽ ചക്രവർത്തിയെ സഹായിക്കുന്ന എന്നതാണ് ഈ കൗൺസിൽ അഥവാ ചാലീസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ചാലീസ നിരോധിച്ച ഭരണാധികാരി ബാൽബൻ ആണ്. ചാലീസ നിരോധിച്ച ഭരണാധികാരി ആരാ? അത് ബാൽബൻ ആണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. ഇൽത്തുമിഷിന്റെ സൈന്യം 1210കളിൽ ബീഹാർ പിടിച്ചെടുക്കുകയും 1225ൽ ബംഗാളിനെ ആക്രമിക്കുകയും ചെയ്തു. ഇൽത്തുമിഷിന്റെ സൈന്യം 1210കളിലെ ബീഹാർ പിടിച്ചെടുക്കുകയും 1225ല് ബംഗാളിനെ ആക്രമിക്കുകയും ചെയ്തു. മംഗോളിയയിൽ നിന്നുള്ള അക്രമകാരികളിൽ നിന്നും രജപുത്ത് രാജാക്കന്മാരിൽ നിന്നും ശക്തമായി തന്നെ തന്റെ രാജ്യം ഇൽത്തുമിഷ് സംരക്ഷിച്ചു പോരുന്നിരുന്നു. മംഗോളിയയിൽ നിന്നുള്ള അക്രമകാരികളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ശക്തമായി തന്റെ രാജ്യം ഇൽത്തുമിഷ് സംരക്ഷിച്ചിരുന്നു. 1221 മംഗോളിയൻ രാജാവായിരുന്ന ചെങ്കിസ് ഖാനെ ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റത്തെ നിർവീര്യമാക്കിയത് ഇൽത്തുമിഷ് ആയിരുന്നു. 1221 മംഗോളിയൻ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റത്തെ നിർവീര്യമാക്കിയത് ആരായിരുന്നു? അത് ഇൽത്തുമിഷ് ആയിരുന്നു. ചെങ്കിസ് ഖാൻ ഇൽത്തുമിഷിനെതിരെ പടനയിക്കുവാൻ കാരണം ചെങ്കിസ് ഖാന്റെ ശത്രുവായ ഇറാന്റെ ഭരണാധികാരിയായ ജലാലുദ്ദീൻ മക്ബറാനിക്ക് അഭയം നൽകിയത് കൊണ്ടാണ്. പഠിച്ചോളനെ, ചെങ്കിസ് ഖാൻ ഇൽത്തുമിഷിനെതിരെ പടനയിക്കുവാൻ കാരണം എന്തായിരുന്നു? ചെങ്കിസ് ഖാന്റെ ശത്രുവായിരുന്ന ഇറാന്റെ ഭരണാധികാരിയായ ജലാലുദ്ദീൻ മക്ബറാനിക്ക് അഭയം നൽകി ആര്? ഇൽത്തുമിഷ്. അതിന്റെ ദേഷ്യത്തിലാണ് ചെങ്കിസ് ഖാൻ എന്ത് ചെയ്തത്? ഇൽത്തുമിഷിന് നേരെ വരികയും ഇൽത്തുമിഷ് എന്നാൽ ശക്തമായിട്ട് ചെറുത്തു നിൽക്കുകയും അങ്ങനെ ചെങ്കിസ് ഖാൻ നേരെ തിരിഞ്ഞിട്ട് പിന്നെ നേരെ പടിഞ്ഞാറ് ഭാഗം ലക്ഷ്യമാക്കിയിട്ട്, അതായത് ഈ പറയുന്ന ഇറാൻ ലക്ഷ്യമാക്കിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്.
റവന്യൂ ധനകാര്യ വകുപ്പും അദ്ദേഹം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് മുമ്പ് ഇന്ത്യയിലെ മറ്റൊരു മുസ്ലിമും ശ്രമിച്ചിട്ടില്ലാത്ത ദൗത്യമായിരുന്നു ആര് ചെയ്തത്? നമ്മുടെ ഇൽത്തുമിഷ് ചെയ്തത്. അപ്പോ റവന്യൂ വകുപ്പ്, ധനകാര്യ വകുപ്പ് എന്നിവ അദ്ദേഹത്തിന്റെ രാജ്യത്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കൊണ്ടുവന്നു. ഇന്ത്യയിലെ മറ്റേതൊരു ഭരണാധികാരിയും ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത ദൗത്യങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നതെല്ലാം. ഇതും കൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇൽത്തുമിഷിന്റെ സൈന്യം 1210കളിലെ ബീഹാർ പിടിച്ചെടുക്കുകയും 1225 ബംഗാളിനെ ആക്രമിക്കുകയും ചെയ്തു. മംഗോളിയയിൽ നിന്നുള്ള അക്രമകാരികളിൽ നിന്നും രജപുത്ത് രാജാക്കന്മാരിൽ നിന്നും ശക്തമായി തന്നെ തന്റെ രാജ്യം ഇൽത്തുമിഷ് സംരക്ഷിച്ചിരുന്നു. 1221 മംഗോളിയൻ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ ഇന്ത്യയിലേക്ക് കടന്നുകയറ്റത്തെ നിർവീര്യമാക്കിയത് ഇൽത്തുമിഷ് ആയിരുന്നു. ചെങ്കിസ് ഖാൻ ഇൽത്തുമിഷിനെതിരെ പട നയിക്കുവാൻ കാരണം ചെങ്കിസ് ഖാന്റെ ശത്രുവായ ഇറാൻ ഭരണാധികാരിയായ ജലാലുദ്ദീൻ മക്ബറാനിക്ക് ആരഭയം നൽകി? ഇൽത്തുമിഷ് അഭയം നൽകിയതായിരുന്നു. റവന്യൂ വകുപ്പ്, ധനകാര്യ വകുപ്പ് അദ്ദേഹം സംഘടിപ്പിച്ചു. ആര്? ഇൽത്തുമിഷ് സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് മുമ്പ് ഇന്ത്യയിലെ മറ്റൊരു മുസ്ലിം ശ്രമിച്ചില്ലാത്തൊരു ദൗത്യമായിരുന്നു ഇത്. ഇത്രയും സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. ഖുവത്തുൽ ഇസ്ലാം പള്ളിയുടെ കുത്തബ് മിനാറിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൽത്തുമിഷ് ആയിരുന്നു. പഠിച്ചോളണേ, ഖുവത്തുൽ ഇസ്ലാം പള്ളിയുടെയും കുത്തബ് മിനാറിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയതാരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം രാജ്യത്തിന് ഭരണ സംവിധാനം സ്ഥാപിച്ചു. തന്റെ രാജ്യത്തിന് പ്രത്യേക ഭരണ സംവിധാനം സ്ഥാപിച്ചു. അദ്ദേഹം ഡൽഹിയിൽ പള്ളികളും അതുപോലെ തന്നെ ജലപാതകളും മറ്റു സൗകര്യങ്ങളും നിർമ്മിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, അദ്ദേഹം ഡൽഹിയിലെ പള്ളികളും ജലപാതകളും മറ്റു സൗകര്യങ്ങളും നിർമ്മിച്ചു. അദ്ദേഹം പുതിയ നാണയങ്ങൾ പുറത്തിറക്കുകയും തന്റെ പേര് വായിക്കുന്നതിന് വേണ്ടി ഖുത്ബ പുറത്തിറക്കുകയും ചെയ്തു. ഖുത്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ നാണയമാണ്. ആ നാണയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പേര് എന്ത് ചെയ്യും? ആലേഖനം ചെയ്തിരിക്കും. ഇത് വെറുതെ ഇങ്ങനെ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? നൽകും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പേര് വായിക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടി എന്താ? ഖുത്ബ എന്ന പേരില് എന്താണ് അദ്ദേഹത്തിന്റെ പേര് കുത്തിവെച്ചിട്ടുള്ള നാണയങ്ങൾ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിനുള്ള നാണയം പോലുള്ള എന്ത് ചെയ്തു? ജനങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്തു. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് സുഹൃത്തുക്കളെ ഓർത്തു വെച്ചേക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നോക്കുവാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇൽത്തുമിഷിന്റെ പ്രധാന നിർമ്മിതികൾ. ഇവിടെ നിന്നും PSC ചോദിക്കും ഇൽത്തുമിഷിന്റെ പ്രധാന നിർമ്മിതികൾ. ഹൗസി ഷംസി എന്ന കെട്ടിടം ഡൽഹിയിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഇൽത്തുമിഷ് ആണ്. പഠിച്ചോളനെ, ഹൗസി ഷംസി എന്ന കെട്ടിടം ഡൽഹിയിൽ നിർമ്മിച്ചതാരാണ്? അത് ഇൽത്തുമിഷ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ശവകുടീരം എന്നറിയപ്പെടുന്ന സുൽത്താൻ ഗർഹി ഡൽഹിയിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഇൽത്തുമിഷ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ശവകുടീരം എന്നറിയപ്പെടുന്ന സുൽത്താൻ ഗർഹി ഇന്ത്യയിൽ സ്ഥാപിച്ചതാരാണ്? അത് ഇൽത്തുമിഷ് ആണ്. തന്റെ പുത്രനായ നസറുദ്ദീൻ മുഹമ്മദിന്റെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരമാണ് സുൽത്താൻ ഗർഹി എന്നുള്ളത് മറക്കരുത്. തന്റെ പുത്രനായിട്ടുള്ള നസറുദ്ദീൻ മുഹമ്മദിന്റെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരമാണ് സുൽത്താൻ ഗർഹി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ശവകുടീര നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. പഠിച്ചോളനെ, ഇന്ത്യൻ ശവകുടീര നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൗസി ഷംസി എന്ന കെട്ടിടം ഡൽഹിയിൽ സ്ഥാപിച്ചതാരാണ്? ഇൽത്തുമിഷ് ആണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ശവകുടീരം എന്നറിയപ്പെടുന്ന സുൽത്താൻ ഗർഹി ഡൽഹിയിൽ നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അതുമാരാ? ഇൽത്തുമിഷ് ആണ്. തന്റെ പുത്രനായ നസറുദ്ദീൻ മുഹമ്മദിന്റെ ശവശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി ഇൽത്തുമിഷ് നിർമ്മിച്ച ശവകുടീരമാണ് സുൽത്താൻ ഗർഹി. ഇന്ത്യൻ ശവകുടീര നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ശക്തയായ വനിതാ ഭരണാധികാരിയെ കുറിച്ചാണ്, റസിയ സുൽത്താന. റസിയ സുൽത്താനയുടെ ഭരണകാലഘട്ടം 1236 മുതൽ 1240 വരെയായിരുന്നു. റസിയ സുൽത്താനയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1236 മുതൽ 1240 വരെയായിരുന്നു. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. ഇൽത്തുമിഷിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരി ആരാ? റസിയ സുൽത്താനയാണ്. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണ്? അത് റസിയ സുൽത്താനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? റസിയ സുൽത്താനയാണ്. അടിമവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. അടിമവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? അത് റസിയ സുൽത്താനയാണ്. ഡൽഹി ഭരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം ഭരണാധികാരി എന്നറിയപ്പെടുന്നത്
റസിയ സുൽത്താനയാണ്. ഡൽഹി ഭരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് റസിയ സുൽത്താനയാണ്. 1205 ഇൽത്തുമിഷിന്റെ മകളായിട്ട് ജനിച്ചു ആര്? റസിയ സുൽത്താന. 1205 ഇൽത്തുമിഷിന്റെ മകളായിട്ട് ജനിച്ചു ആരാണ്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. അതുകൂടെ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. റസിയ സുൽത്താനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ കഴിവുറ്റ ഒരു ഭരണ നിർവഹണ വ്യക്തിത്വമായിരുന്നു ആര്? റസിയ സുൽത്താന എന്ന് പറയുന്നത്. റസിയ സുൽത്താന്റെ ഭരണകാലഘട്ടം 1236 മുതൽ 1240 വരെ ആയിരുന്നു. ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റസിയ സുൽത്താന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി റസിയ സുൽത്താന. അടിമവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് റസിയ സുൽത്താനയാണ്. ഡൽഹി ഭരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം വനിതയെന്ന് ചോദിച്ചാൽ അത് റസിയ സുൽത്താനയാണ്. 1205 ഇൽത്തുമിഷിന്റെ മകളായിട്ട് ആര് ജനിക്കുന്നു? റസിയ സുൽത്താന ജനിക്കുന്നു. പഠിക്കുക. സിയ അൽ ദിൻ എന്ന് അറിയപ്പെട്ടിരുന്നത് റസിയ സുൽത്താനയാണ്. റസിയ സുൽത്താന്റെ മറ്റൊരു പേരെന്തായിരുന്നു? സിയ അൽ ദിൻ എന്ന്. അപ്പോ സിയ അൽ ദിൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? റസിയ സുൽത്താനയാണ്. റസിയ സുൽത്താനയ്ക്ക് ഭരണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭരണം ലഭിച്ച അർദ്ധ സഹോദരനാണ് റുഖൻ ഉൽ ദിൻ ഫിറൂസ്. ഈ പേര് മറക്കരുത്. റസിയ സുൽത്താന ഭരണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭരണം ലഭിച്ച അർദ്ധ സഹോദരൻ ആരെന്ന് ചോദിച്ചാൽ അത് റുഖിൻ ഉൽ ദിൻ ഫിറൂസ് ആണ്. കാര്യക്ഷമവും നീതിയുക്തവുമായ വനിതാ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നത് റസിയ സുൽത്താനയാണ്. കാര്യക്ഷമമായിട്ടും നീതിയുക്തമായിട്ടുമുള്ള വനിതാ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നത് റസിയ സുൽത്താനയായിരുന്നു. റസിയ സുൽത്താനെ വിവാഹം കഴിച്ച മുസ്ലിം പ്രഭു ബിദിൻഡയുടെ ഗവർണറായിരുന്ന മാലിക് ഇഖ്തിയാർ ഉദ്ദിൻ ആണ്. പഠിച്ചോളനെ. റസിയ സുൽത്താനെ വിവാഹം കഴിച്ച മുസ്ലിം പ്രഭു എന്ന് പറയുന്നത് ബിദൻഡയുടെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? മാലിക് ഇഖ്തിയാർ ഉദ്ദിൻ ആയിരുന്നു. മാലിക് ഇഖ്തിയാർ ഉദ്ദിൻ ആയിരുന്നു റസിയ സുൽത്താനയെ വിവാഹം കഴിച്ചത്. സഹോദരനായിരുന്ന മുൻസിദീൻ ബഹ്റാം ഷാ സൈന്യത്താൽ വധിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന അടിമവംശ ഭരണാധികാരി റസിയ സുൽത്താനയായിരുന്നു കേട്ടോ. സഹോദരനായ മുൻസുദ്ദീൻ ബഹ്റാം ഷാ സൈന്യത്താൽ വധിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന അടിമവംശ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സിയ അൽ ദിൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? റസിയ സുൽത്താനയാണ്. റസിയ സുൽത്താന ഭരണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭരണം ലഭിച്ച അർദ്ധ സഹോദരൻ റുഖ് ഉൻ ദിൻ ഫിറൂസ് ആണ്. കാര്യക്ഷമവും നിയുക്തവുമായ വനിതാ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നത് റസിയ സുൽത്താന. റസിയ സുൽത്താനെ വിവാഹം കഴിച്ച മുസ്ലിം പ്രഭു ബിദിൻഡയുടെ ഗവർണറായിരുന്ന മാലിക് ഇഖ്തിയാർ ഉദ്ദിൻ ആയിരുന്നു. സഹോദരനായ മുൻസുദ്ദീൻ ബഹ്റാം ഷാ സൈന്യത്താൽ വധിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന അടിമവംശ ഭരണാധികാരി റസിയ സുൽത്താനയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലഘട്ടം. ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത് വളരെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അടിമ രാജവംശത്തിലെ ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബന്റെ ഭരണകാലഘട്ടം 1266 മുതൽ 1287 വരെ. അതിന്റെ അർത്ഥം അതിനിടയ്ക്ക് ഒത്തിരി ഭരണാധികാരികൾ വന്നിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അവസാനം നോക്കാം. ഗിയാസുദ്ദീൻ ബാൽബന്റെ ഭരണകാലഘട്ടം 1266 മുതൽ 1287 വരെ. മാംലൂക്ക് രാജവംശത്തിലെ 9ാമത്തെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. അപ്പോൾ ഈ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ബാൽബൻ എന്ന് പറയാം. മാംലൂക്ക് രാജവംശത്തിലെ 9ാമത്തെ സുൽത്താൻ ആയിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. നസ്രുദ്ദീൻ മഹ്മൂദിന്റെ മരണശേഷം സ്വയം സുൽത്താനായി പ്രഖ്യാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. നസ്രുദ്ദീൻ മഹ്മൂദിന്റെ മരണത്തിന് ശേഷം സ്വയം സുൽത്താനായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. ഇൽത്തുമിഷിന്റെ അടിമയായ ശേഷം അടിമവംശത്തിന്റെ തന്നെ സുൽത്താനായി മാറിയത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇൽത്തുമിഷിന്റെ അടിമയായതിനു ശേഷം അടിമവംശത്തിന്റെ തന്നെ സുൽത്താനായി മാറിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാൽബൻ ആണ്. പഠിച്ചോളനെ. ഗിയാസുദ്ദീൻ ബാൽബനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്ന്. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. പഠിച്ചോളുക. ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ ആണ്. ഉല്ലു ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരി ബാൽബൻ ആണ്. ഉല്ലു ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരി ആരായിരുന്നു? അതും ബാൽബൻ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗിയാസുദ്ദീൻ ബാൽബനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണകാലഘട്ടം എത്രയാ? 1266 മുതൽ 1287 വരെ. മാംലൂക്ക് രാജവംശത്തിന്റെ 9ാമത്തെ സുൽത്താനാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. നസ്രുദ്ദീൻ മഹ്മൂദ് മരിച്ചതിന് ശേഷം സ്വയം എന്ത് ചെയ്തു? സുൽത്താനായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്.
ഇൽത്തുമിഷിന്റെ അടിമയായതിനു ശേഷം അടിമവംശത്തിൽ തന്നെ സുൽത്താനായി മാറിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ ബാൽബൻ ആയിരുന്നു. രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. ഡൽഹി സിംഹാസനത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബാൽബനാണ്. ഉല്ലാ ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. പഠിക്കുക. ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ബാൽബനാണ്. പഠിച്ചോളനെ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ബാൽബനാണ്. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ച ഭരണാധികാരി ബാൽബനാണ്. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി ആരാ? ബാൽബനാണ്. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. പഠിച്ചോളനെ. കൊട്ടാരത്തിലെ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച ഭരണാധികാരി ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച ഭരണാധികാരി ബാൽബനാണ്. ബാൽബന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മെഹ്റൗളി ന്യൂഡൽഹിയിലാണ്. ബാൽബന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെഹ്റൗളി ന്യൂഡൽഹിയിലാണ്. ബാൽബന്റെ കൊട്ടാരം അറിയപ്പെടുന്ന പേര് ലാൽ മഹൽ അല്ലെങ്കിൽ ചുവന്ന കൊട്ടാരം എന്നാണ്. ബാൽബന്റെ കൊട്ടാരം അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ലാൽ മഹൽ അഥവാ ചുവന്ന കൊട്ടാരം എന്നായിരുന്നു. ബാൽബന്റെ കാലത്ത് ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന ദ്വൈത സിദ്ധാന്ത വക്താവ് മധ്വാചാര്യനായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ബാൽബനായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി ബാൽബനാണ്. കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. നിണവും ഇരുമ്പും എന്ന നയം സ്വീകരിച്ച ഭരണാധികാരി ബാൽബനാണ്. ബാൽബന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മെഹ്റൗളി ന്യൂഡൽഹി. ബാൽബന്റെ കൊട്ടാരം അറിയപ്പെടുന്ന പേര് ലാൽ മഹൽ അഥവാ ചുവന്ന കൊട്ടാരം. ബാൽബന്റെ കാലത്ത് ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ദ്വൈത സിദ്ധാന്ത വക്താവാണ് മാധവാചാര്യൻ. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ബാൽബന്റെ ഭരണ പരിഷ്കരണങ്ങളാണ്. എന്താണ്? ബാൽബന്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. ഈ ഭാഗത്ത് നിന്ന് PSC ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ബാൽബന്റെ ഭരണ പരിഷ്കാരങ്ങൾ. സിജിത എന്നും പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയ അടിമവംശ ഭരണാധികാരി ബാൽബനാണ്. ഇയാൾ ഭയങ്കര ചൊറിയായിരുന്നു കേട്ടോ. സിജിത എന്നും പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയ അടിമവംശ ഭരണാധികാരി ആരാണ്? ബാൽബനാണ്. ഇതിൽ സിജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മൾ മുട്ടുവണങ്ങി ഭരണാധികാരിയെ കാണുമ്പോൾ തൊഴുതു നിൽക്കണം, അല്ലെങ്കിൽ തല എന്താണ് തറയിൽ തൊട്ട് മുട്ടുമണങ്ങി നിൽക്കണം. ഇതിനെയാണ് സിജിത എന്ന് പറയുന്നത്. ഇനി പൈബോസ് എന്തെന്ന് ചോദിച്ചാല് ഭരണാധികാരിയെ കാണുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പാദത്തിൽ ചുംബിക്കണം. ഇത് രണ്ടും ആചാരമായിട്ട് നടപ്പിലാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ എന്ന് പറയുന്നത്. അപ്പോൾ സിജിത എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? നമ്മള് മുട്ടുകുത്തി നിന്നിട്ട് തല എന്ത് ചെയ്യണം? തറയിൽ തൊട്ടിട്ട് ഭരണാധികാരിനെ വണങ്ങണം. ഇതാണ് സിജിത എന്ന് പറയുന്നത്. ഇനി പൈബോസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭരണാധികാരി വരുന്ന വഴിക്ക് എന്ത് ചെയ്യുക? ജനങ്ങള് ഭരണാധികാരിയുടെ കാലിൽ തൊട്ട് ചുംബിക്കണമായിരുന്നു. ഇതിനെയാണ് പൈബോസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ രണ്ട് ആചാരങ്ങളും നടപ്പിലാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ എന്ന് പറയുന്നത്. നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സരാഘോഷം ആരംഭിച്ച ഭരണാധികാരി ബാൽബനാണ്. പഠിച്ചോളനെ. നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സരാഘോഷം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ബാൽബനാണ്. ബാൽബൻ തന്റെ ഭരണത്തിൽ സൈനിക സിവിൽ പരിഷ്കാരങ്ങൾ നടത്തി. അത് ഇൽത്തുമിഷിനും അലാവുദ്ദീൻ ഖിൽജിക്കും ശേഷം ഏറ്റവും വലിയ സുൽത്താനേറ്റ് ഭരണാധികാരി എന്ന പദവി ബാൽബന് നേടിക്കൊടുത്തു. അപ്പോ ബാൽബൻ തന്റെ ഭരണത്തിൽ സൈനിക സിവിൽ പരിഷ്കാരങ്ങൾ നടത്തുകയും ഇത് ഇൽത്തുമിഷിനും അലാവുദ്ദീൻ ഖിൽജിക്കും ശേഷം ഏറ്റവും വലിയ സുൽത്താനേറ്റ് ഭരണാധികാരി എന്ന പദവി ആർക്ക് നൽകി? ബാൽബന് നേടിക്കൊടുക്കുകയും ചെയ്തു. തന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുടെ ചെറിയ കുറ്റങ്ങൾക്ക് വരെ അദ്ദേഹം കഠിനമായ ശിക്ഷകൾ നൽകി പോന്നിരുന്നു. തന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുടെ ചെറിയ കുറ്റങ്ങൾക്ക് വരെ ബാൽബൻ ശക്തമായിട്ടുള്ള ശിക്ഷകൾ നൽകി പോന്നിരുന്നു. അതും സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ബാൽബന്റെ ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് എന്താ വന്നത്? സിജിത എന്നും പൈബോസ് എന്നീ ആചാരങ്ങൾ നടപ്പിലാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ബാൽബൻ എന്ന് പറയുന്നത്. ഇതിൽ സിജിത എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ഭരണാധികാരിയെ കാണുന്ന സമയത്ത് മുട്ടുകുത്തി തല കുമ്പിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ വണങ്ങണം. ഇനി പൈബോസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഭരണാധികാരിയെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പാദത്തിൽ ചുംബിക്കണം, അതായത് കാലിൽ ചുംബിക്കണമായിരുന്നോ. ഇത് രണ്ടും കൊണ്ടുവന്ന അടിമവംശ ഭരണാധികാരി ആരാണ്? ബാൽബനാണ്. അതുപോലെ നവറോസ് എന്ന പേർഷ്യൻ പുതുവത്സരാഘോഷം ആരംഭിച്ച ഭരണാധികാരി ബാൽബനാണ്. ബാൽബൻ തന്റെ ഭരണത്തിൽ സൈനിക സിവിൽ പരിഷ്കാരങ്ങൾ നടത്തി. അത് ഇൽത്തുമിഷിനും അലാവുദ്ദീൻ ഖിൽജിക്കും ശേഷം ഏറ്റവും വലിയ സുൽത്താനേറ്റ് ഭരണാധികാരി എന്ന പദവി ബാൽബന് നേടിക്കൊടുത്തു. തന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുടെ ചെറിയ കുറ്റങ്ങൾ വരെ അദ്ദേഹം കഠിനമായ ശിക്ഷകൾ നൽകി പോന്നിരുന്നു. അതുകൊണ്ടൊന്ന്
പഠിച്ചു വെക്കുക. തന്റെ പ്രഭുക്കന്മാരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് ഒരു ചാര സംവിധാനം ഉണ്ടായിരുന്നു. പഠിച്ചോളനെ, ബാൽബന് തന്റെ പ്രഭുക്കന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ പ്രഭുക്കന്മാരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു ചാര സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പഞ്ചാബിൽ വലിയ തോതിലുള്ള മതപരിവർത്തനം നടന്നു. ഇത് പഠിച്ചു വെച്ചോളനെ, ബാൽബന്റെ കാലഘട്ടത്തിലാണ് പഞ്ചാബില് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടന്നത്. അപ്പോൾ ബാൽബന്റെ കാലഘട്ടത്തില് പഞ്ചാബില് വലിയ തോതിലുള്ള മതപരിവർത്തനം നടന്നിരുന്നു. തങ്ക എന്ന 175 ഗ്രാം സ്വർണത്തിൽ തീർത്ത നാണയങ്ങൾ പുറത്തിറക്കിയത് ബാൽബനാണ്. പഠിച്ചോളനെ, തങ്ക എന്ന 175 ഗ്രാം ഭാരമുള്ള സ്വർണത്തിൽ തീർത്ത നാണയങ്ങൾ പുറത്തിറക്കിയത് ആരാണ്? ബാൽബനാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിട്ടുള്ള കൈഖോബാദ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഡൽഹി സിംഹാസനത്തിൽ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിട്ടുള്ള കൈഖോബാദ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഡൽഹി സിംഹാസനത്തിൽ എത്തുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, തന്റെ പ്രഭുക്കന്മാരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് ഒരു ചാര സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ പഞ്ചാബിൽ വലിയ തോതിലുള്ള മതപരിവർത്തനം നടന്നു. തങ്ക എന്ന 175 ഗ്രാമുള്ള സ്വർണത്തിൽ തീർത്ത നാണയങ്ങൾ പുറത്തിറക്കിയത് ബാൽബനാണ്. ബാൽബന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ കൈഖോബാദ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഡൽഹിയുടെ സിംഹാസനത്തിൽ എത്തുകയും ചെയ്തു. അടിമവംശത്തിന്റെ പതനത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അടിമവംശത്തിലെ അവസാന ഭരണാധികാരി എന്നറിയപ്പെടുന്നത് കൈഖോബാദ് ആണ്. പഠിച്ചോളനെ, അടിമവംശത്തിലെ അവസാന ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? കൈഖോബാദ് ആണ്. 1290 കൈഖോബാദ് മസ്തിഷ്കാഘാതം മൂലം മരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ 3 വയസ്സുള്ള മകൻ ശംസുദ്ദീൻ ഖൈമാർ അധികാരത്തിൽ വരികയും ചെയ്തു. 1290 കൈഖോബാദ് മസ്തിഷ്കാഘാതം മൂലം മരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ 3 വയസ്സുള്ള മകൻ ശംസുദ്ദീൻ ഖൈമാർ എന്ത് ചെയ്തു? അധികാരത്തിൽ വരികയും ചെയ്തു. ജലാവുദ്ദീൻ ഫിറൂസ് ഖിൽജി ഖൈമർസിനെ കൊലപ്പെടുത്തി. അങ്ങനെ മാംലൂക്ക് രാജവംശം അവസാനിപ്പിച്ച് ഖിൽജി രാജവംശം നിലവിൽ വരികയും ചെയ്തു. ഇതാണ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ജലാവുദ്ദീൻ ഫിറോസ ഖിൽജി എന്ത് ചെയ്തു? ഈ ഖൈമൂർസിനെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തുകയും അങ്ങനെ മാംലൂക്ക് രാജവംശം അവസാനിപ്പിക്കുകയും ഖിൽജി രാജവംശം ആരംഭിക്കുകയുമാണ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടിമവംശത്തിന്റെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, രാജവംശത്തിലെ അംഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആന്തരിക സംഘർഷം സുൽത്താനേറ്റിന്റെ ദീർഘകാല അഖണ്ഡതയെ തകർത്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം തൊട്ട് തന്നെ പ്രശ്നങ്ങളാണ്. ഒന്ന് എന്ത് ചെയ്തു? നമ്മുടെ ഇൽത്തുമിഷ് കൊലപ്പെടുത്തി. അതിനുശേഷം റസിയ സുൽത്താനെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. അപ്പോ ഈ സഹോദരന്മാര് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അനന്തരന്മാരെന്ത് ചെയ്യും? അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രാജഭരണം അവർക്ക് കിട്ടാനായിട്ട് അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള ആൾക്കാരെ കൊലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ തന്നെ രാജവംശത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആന്തരിക സംഘർഷം ഈ പറഞ്ഞിരിക്കുന്ന അടിമവംശ സുൽത്താനേറ്റിന്റെ ദീർഘകാല അഖണ്ഡതയെ തകർത്തു. പല ഭരണാധികാരികളും ദീർഘകാലം രാജ്യം കൈകാര്യം ചെയ്യാൻ ദുർബലരായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. ഏകദേശം 3 മാത്രം ഭരണാധികാരികളെയാണ് നമ്മളിവിടെ എടുത്തു പഠിച്ചത്, അല്ലെങ്കിൽ 4 ഭരണാധികാരികളെയാണ് നമ്മൾ എടുത്തു പഠിച്ചത്. ബാക്കിയുള്ളവരൊന്നും നമ്മൾ പഠിച്ചില്ല. കാരണം എന്താ? അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ പല ഭരണാധികാരികളും ദീർഘകാലം രാജ്യം കൈകാര്യം ചെയ്യാനായിട്ട് ദുർബലരായിരുന്നു. തെറ്റായ ഭരണനിർവഹണം സർക്കാരിനെ താറുമാറാക്കി. തെറ്റായ ഭരണനിർവഹണം സർക്കാരിനെ താറുമാറാക്കി. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അടിവംശത്തിന്റെ പതനത്തിന് കാരണം എന്താ? രാജവംശത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആന്തരിക സംഘർഷം സുൽത്താനേറ്റിന്റെ ദീർഘകാല അഖണ്ഡതയെ തകർത്തു. പല ഭരണാധികാരികളും ദീർഘകാലം രാജ്യം കൈകാര്യം ചെയ്യാൻ ദുർബലരായിരുന്നു. തെറ്റായ ഭരണനിർവഹണം സർക്കാരിനെ താറുമാറാക്കുകയും ചെയ്തു. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. ഇനി നമ്മളെ അടിമ രാജവംശത്തിന്റെ എൻഡിലേക്ക് എത്താൻ പോവുകയാണ്. അടിമ രാജവംശത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഭരണാധികാരികളും അവരുടെ ഭരണവർഷവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഖുദ്ബിൻ ഐബക്ക് 1206 മുതൽ 1210 വരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരം ഷാ 1210 മുതൽ 1211 വരെ. ആരം ഷായ്ക്ക് ശേഷം വന്നതാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് 1211 മുതൽ 1236 വരെ നമ്മൾ ഡൽഹി ഭരിച്ചു. അതിനുശേഷം വന്നതാണ് രുക്നുദ്ദീൻ ഫിറോസ്. ആരാണ്? രുക്നുദ്ദീൻ ഫിറോസ്. 1236 അദ്ദേഹം ഭരിച്ചു. ആ വർഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് റസിയ അൽദിൻ അല്ലെങ്കിൽ നമ്മുടെ റസിയ സുൽത്താന വരുന്നത്.
1236 മുതൽ 1240 വരെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു റുക്ദിനി ഫിറോസിനെ പറ്റി. റസിയയുടെ സഹോദരനായിരുന്നു, അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ റുക്ദിനി ഫിറോസ് 1236 മരണപ്പെടുന്നു. അങ്ങനെ റസിയ സുൽത്താൻ എന്ത് ചെയ്യുന്നു? ഭരണം ഏറ്റെടുക്കുന്നു. അത് 1236 മുതൽ 1240 വരെ. അതിനുശേഷം മുസിൻ ഉദ്ദീൻ ബഹ്റം നിലവിൽ വരുന്നു. അത് 1240 മുതൽ 1242 വരെയാണ്. അതിനുശേഷം മുൻസിൻ ഉദ്ദീൻ ബഹ്റം എന്ത് ചെയ്യുന്നു? വരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു റസിയ സുൽത്താനെ വധിച്ചത് ഈ മുയിസ് ഉദ്ദീൻ ബഹ്റത്തിന്റെ സൈനികരാണ് എന്ന്. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഭരണത്തിൽ കയറി 1240 മുതൽ 1242 വരെ ഭരണം കൊണ്ടുപോയി. അതിനുശേഷം അലാവുദ്ദീൻ മസൂദ് വരുന്നു. അലാവുദ്ദീൻ മസൂദ് 1242 മുതൽ 1246 വരെ ഭരിക്കുന്നു. അതിനുശേഷം നസ്രുദ്ദീൻ മഹമൂദ് വരുന്നു. 1246 മുതൽ 1266 വരെ ഭരിക്കുന്നു. അതിനുശേഷം ഗിയാസുദ്ദീൻ ബാൽബൻ വരുന്നു. 1266 മുതൽ 1286 വരെ ഭരിക്കുന്നു. അതിനുശേഷം മുയിസ് ഉദ്ദീൻ മുഹമ്മദ് കൈഖാബാദ് നിലവിൽ വരുന്നു. അദ്ദേഹം 1286 മുതൽ 1290 വരെ ഭരിക്കുന്നു. അതോടുകൂടി അടിമ രാജവംശം അവസാനിക്കുകയും ചെയ്തു. ഇത്രയും സുഹൃത്തുക്കള് പഠിച്ചു വെക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ അടിമ രാജവംശവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇനി 4 പ്രധാനപ്പെട്ട രാജവംശം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സുൽത്താൻ രാജവംശം പൂർണ്ണമായിട്ടും കഴിയും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അത്തരം സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.